സാധാരണ ഉണ്ടായിരുന്ന കോട്ടും ഉണ്ടായിരുന്നില്ല, പോളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് യൂഷ്വലി ഉണ്ടാവുന്ന കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് പ്രീ മാർക്കറ്റ് അനാലിസിസ് വെച്ച് തന്നെ തുടങ്ങാം. എന്താണ് പ്രീ മാർക്കറ്റ് അനാലിസിസ് എന്ന് ആരൊക്കെ കണ്ടു ഒന്ന് കൈവന്നിച്ചേ. 14 പേര് കണ്ടിട്ടുണ്ട് പ്രീ മാർക്കറ്റ് അനാലിസിസിൽ. അത് പോയിട്ടോ, ഭയങ്കര പോക്കല്ലോ. ഇതെന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് പറയാൻ പറ്റുമോ? എനിക്ക് ഓർമ്മയുള്ളത് ന്യൂസിന്റെ ഞാൻ നന്നായി ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. ന്യൂസ് അത്യാവശ്യം നല്ല ഇമ്പോർട്ടന്റ് ഉള്ള ന്യൂസാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ഡയറക്ഷനിലും നല്ല രീതിയിൽ ഒരു മൂവ്മെന്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ മാർക്കറ്റിൽ അത്യാവശ്യം നല്ല മൂവ്മെന്റ് കിട്ടി. 2 സൈഡിലേക്കും തന്നു അല്ലേ? അത്യാവശ്യം പണി കിട്ടാനുള്ളവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല മൂവ്മെന്റ് ഉണ്ടായിരുന്നു. അതായത് എനിക്ക് തോന്നുന്നു പ്രീവിയസ് ഹൈഡ് അവിടെ വരെ പോയിട്ട് താഴേക്ക് വന്നു. താഴത്തേക്ക് വന്നു. ഓക്കെ, ന്യൂസിന്റെ വന്നു. ഓക്കെ, താഴത്തേക്ക് ഇറങ്ങി ആദ്യം ഒന്ന് താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഒറ്റപ്പൊക്കെ മുകളിലേക്ക് പോയോ? ഒറ്റയടിക്ക് താഴത്തേക്ക്. ഐ മീൻ എടുക്കാനുള്ള ആൾക്കാരൊക്കെ, പണി കൊടുക്കാനുള്ളവരൊക്കെ കൊടുത്തു. അത് ഏത് സൈഡിലേക്കാണെങ്കിലും കാര്യം നടന്നത് എടുത്തു, പണി എടുത്തിരുന്നു. അതോ താഴെ വന്നിരുന്നു. ഞാൻ ആക്ച്വലി ഓൾ ടൈം ഹൈയില് ഒരു ലിമിറ്റ് ഓർഡർ വെച്ചാലോ വിചാരിച്ചാ. ചെറുതൊന്നും പോരല്ലേ? ധൈര്യമില്ല. കിട്ടിയതൊന്നും പോരല്ലേ? ധൈര്യമില്ലാതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. കിട്ടിയതൊന്നും പോരല്ലേ? ഓക്കെ. ഓക്കെ, വേറെ കാര്യങ്ങൾ ടെക്നിക്കലായിട്ടുള്ള പറഞ്ഞ കാര്യങ്ങളുണ്ടായിരുന്നു. ന്യൂസ് ടൈം മാത്രമല്ല, ടെക്നിക്കലായിട്ട് പറഞ്ഞിരുന്നു. അനാലിസിസ് നടത്തുന്ന സമയത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇതിനെന്തായിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്? ഈ ഒരു ഏരിയനെ ഇതൊരു 1 അവറിന്റെ ഇംബാലൻസ് ആയിരുന്നു. ഓർക്കുന്നുണ്ടോ ആർക്കെങ്കിലും? 1 അവറിന്റെ ഇംബാലൻസ് ആയിരുന്നു. ഇതിന്റെ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ട്, ഐ മീൻ എനിക്ക് ടെക്നിക്കലി നടത്തുന്ന സമയത്ത് ഇവിടെയായിരുന്നു മാർക്കറ്റ്. അതായത് ഈ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ട് ഈ ഏരിയയിൽ നിന്ന് കയറി പോകാനുള്ള സാധ്യത കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? ഇവിടുന്ന് ഒരു സാധ്യത കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്, അതുപോലെ ഏറെക്കുറെ ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. പിന്നെയും പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ ഏരിയനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ? ഈ ഏരിയനെ പറ്റിയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം ഇങ്ങനെ നിന്നിട്ട്, കുറച്ച് നേരം നിന്ന് കളിച്ചിട്ട് താഴത്തേക്ക് ഒന്ന് ഇറങ്ങിയിട്ട് മുകളിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ? ഇല്ലേ? കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ സെല്ലിന് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? സെല്ല് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൺഫർമേഷൻ കിട്ടാറുണ്ടല്ലോ. ന്യൂസ് ടൈമിലെ കൺഫർമേഷൻ ഒന്നും നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ പറഞ്ഞൊരു ഏരിയ ഇതായിരുന്നു. ഓർക്കുന്നുണ്ടോ ആർക്കെങ്കിലും? ഓർക്കുന്നുണ്ടോ? അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയി ഏരിയ ഈ ഒരു ഏരിയനെ കുറിച്ച് ഞാൻ പറഞ്ഞത് എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒട്ടും നമ്മളെന്താണ് അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടാവുന്ന ഒരു മൊമെന്റ് കിട്ടാവുന്ന ഒരു ഏരിയ എന്നാണ് പറഞ്ഞത് അല്ലേ? അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടാവുന്ന സാധ്യതയുള്ള ഒരു ഏരിയ 10ലേക്ക് വന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് ഒരു ബൈയിങ് ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഏറെക്കുറെ അത് ന്യൂസ് ടൈമിലാണ്. പിന്നെ ന്യൂസ് ടൈമിൽ നമ്മൾ അങ്ങനെയുള്ള ഇതൊന്നും ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ആ ഏരിയയിലേക്ക് തന്നെ മാർക്കറ്റ് ഇറങ്ങിയിട്ട് മുകളിലേക്ക് തന്നെ കയറി പോയിട്ടുണ്ട്. ഏറെക്കുറെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞ ഏരിയ ഇതായിരുന്നു. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഹിറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് എനിക്കൊരു കൺഫ്യൂഷൻ വന്നത്. അവിടെ ഹിറ്റ് ചെയ്യാതെ കറക്റ്റ് അതിന്റെ മുകളിലേക്ക് വന്ന് കയറിപ്പോയി. ഞാൻ ഹിറ്റ് ചെയ്യുന്ന പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ ചെയ്തില്ല. അപ്പോൾ ഇവിടെ എടുക്കാനുള്ളതെല്ലാം എടുത്തു. ഈ ഒരു ഏരിയനെ കുറിച്ച് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇതിനേക്കാളും പ്രോബബിലിറ്റി ഇതിനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ ആർക്കെങ്കിലും? പറഞ്ഞിട്ടില്ലേ? ഇതിനേക്കാളും പ്രോബബിലിറ്റി ഇതിനാണെന്ന് തന്നെയല്ലേ പറഞ്ഞത്? പറഞ്ഞില്ലേ? പറഞ്ഞിട്ടുണ്ടല്ലോ. ഏത് ടൈം ഫ്രെയിമിലാണ് പറഞ്ഞത്? ആരും ഓർമ്മയില്ല? മൗസിന്റെ പോയിന്റ് കാണുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. എനിക്ക് മാത്രമാണോ അതോ? എനിക്ക് ഫോണിൽ നോക്കുമ്പോ കറക്റ്റ് പോയിന്റ് കാണുന്നില്ല സാർ, ഏതാണെന്ന്. അതുകൊണ്ടാണ്. അതെ, ഇത് ഈ ഏരിയ ഇപ്പൊ നോക്കിയേ, ഈ ഏരിയ കാണുന്നില്ല? വരയ്ക്കുന്നൊന്നും കാണുന്നില്ലേ? വരയ്ക്കുന്നത് കാണുന്നുണ്ട്. മൗസിന്റെ പോയിന്റ് കാണുന്നില്ല അല്ലേ? ഇതിനൊക്കെ കാണുന്നില്ല? ഇല്ല. എന്താണോ പരിപാടി? ബാക്കിയെല്ലാം കാണാം. മൗസിന്റെ സ്പേസിൽ മാത്രമേ കാണാത്തുള്ളൂ. എന്ത് പറ്റിയോ നോക്കട്ടെ ഞാൻ. അപ്പൊ ഞാൻ വരയ്ക്കല് ഇതാക്കാം. വരയ്ക്കല് ഈ ഏരിയനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് പറഞ്ഞത്? ഈ ഏരിയ പ്രോബബിലിറ്റി കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ?
സാധ്യത അവിടെ കൂടുതലാണ്. ആണെങ്കിൽ സാധ്യത അവർ കൂടുതലാണ്. അവർ അത് സപ്പോർട്ടും വരച്ചിട്ടുണ്ടായിരുന്ന ഒരു ഇംബാലൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനേക്കാളും സാധ്യത കൂടുതലാന്ന് പറഞ്ഞത് ഞാനത്. ഏത് താഴത്തെ ക്ലാസ് സ്ട്രീമിനേക്കാളും സാധ്യത കൂടുതലാന്ന് പറഞ്ഞിട്ടുണ്ടായത് ഇവിടെ. ഏറെക്കുറെ അത് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഏറെക്കുറെ സംഭവിച്ചിട്ടുണ്ട്. ആക്ച്വലി ഞാനത് വെയിറ്റ് ചെയ്തിരുന്നത് എന്താ വെച്ചാൽ, ഞാൻ വെയിറ്റ് ചെയ്യാറുണ്ട്, എൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള എൻട്രികൾ മിസ് ചെയ്യാറുണ്ട് കേട്ടോ. അതുകൂടി പറയാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോബ്ലം ഉള്ള കാര്യമില്ല. കാരണം വീണ്ടും ഇതുപോലെ എൻട്രി വരുന്നുള്ളത് കൊണ്ട് വെയിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഇനിയും റീടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അവിടേക്ക് വരുമോ എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വന്നിട്ടില്ല. അപ്പോൾ മാർക്കറ്റ് മുകളിൽ നിന്ന് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് അവിടെ റീടെസ്റ്റ് ചെയ്യാതെ ഏരിയ ഉണ്ട്, അതും എടുത്തിട്ട് പോകാനാണ് ചാൻസ്. ചാൻസ് എന്നുള്ളത്. അപ്പോൾ അത് റീടെസ്റ്റ് ചെയ്തിട്ട് അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. കാരണം ഇത് ഒരു ക്യാൻഡിൽ ചിലപ്പോൾ വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പൊ നേരത്തെ വരച്ചതിനെ ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ടേക്ക് വരും എന്നുള്ളതായിരുന്നു. നോക്കാം നമുക്ക്. ചിലപ്പോൾ ഒരു 1 അവർ ക്യാൻഡിൽ ഇപ്പോൾ നല്ല ഇപ്പോൾ മുകളിൽ കയറിപ്പോയി, മുകളിൽ നമ്മൾ പറഞ്ഞ ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്, ഫിൽ ആയിട്ടുണ്ട്, 1 അവറിൽ ഹിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ചിലപ്പോൾ താഴോട്ടേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു എൻട്രി കിട്ടും. നമുക്ക് നല്ലൊരു 5 മിനിറ്റ്സിലോ 1 മിനിറ്റിലോ പോകുന്ന സമയത്ത് നമുക്ക് കിട്ടും, എൻട്രി കിട്ടും. പക്ഷെ അപ്പോഴും എനിക്ക് ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടേക്ക് എത്തിയിട്ടില്ല, ഒരു പ്രശ്നം എപ്പോഴും നിൽക്കുന്നുണ്ട്. അതുണ്ട്. അപ്പോൾ ഇതായിരുന്നു പിന്നെ പറഞ്ഞ ഇതായിരുന്നു ഞാൻ വരച്ച് പറഞ്ഞിട്ടുണ്ട്. 1, 2 ഏരിയ നമ്മൾ 2 മെയിൻ സപ്പോർട്ട് ഉണ്ട്, പിന്നെ റെസിസ്റ്റൻസ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെസിസ്റ്റൻസിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് അറിയുക. അത് ഇന്നലത്തെ ആണോ ഇന്നാണോ എന്നുള്ള ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് മുകളിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷം വീണ്ടും താഴത്തേക്ക് നല്ലൊരു വരവ് വരാം. അതും പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് ഇതിലേക്ക് തന്നെയായിരുന്നു എന്നാണ്. ഇന്നലെ ഇന്ന് പറഞ്ഞത് സാർ ഇന്നത്തെ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ കൂടെ സാർ അവിടുന്ന് ഒരു ബൈ എൻട്രി മറ്റോ എടുക്കുന്ന ആളുണ്ടെങ്കിൽ, ഇപ്പൊ സാർ പറഞ്ഞ ഈ ഹൈയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ അധികം ടാർഗറ്റ് ഫോക്കസ് ചെയ്യണ്ട, കുറച്ച് പെട്ടെന്ന് എക്സിറ്റ് ആവുക എന്ന് കൂടി പറഞ്ഞു. പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം പക്ഷേ ഞാനിത് ഇങ്ങനെ ഒരു മൂവ്മെന്റിലല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഐ മീൻ പറഞ്ഞ മനസ്സിലായില്ലേ, ഇങ്ങനെ ഒരു മൂവ്മെന്റിലല്ല ഉദ്ദേശിക്കുന്നത്. കാരണം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ ബിൽഡ് ചെയ്ത് വന്നിട്ട് സപ്പോർട്ട് എടുത്ത് പോകുന്നതാണ്. പക്ഷേ അത് ന്യൂസ് മൂവ്മെന്റ് ആയിരുന്നു നമുക്ക് കിട്ടിയത്. അപ്പോൾ ന്യൂസ് മൂവ്മെന്റിലാണ് ഈ പ്രശ്നം വരിക. ന്യൂസ് മൂവ്മെന്റിൽ കുറച്ച് താഴത്തേക്ക് കിട്ടിയത് നമുക്ക്. പക്ഷെ ഇതൊക്കെ ഞാൻ പറയില്ലേ, പറയുന്ന സമയത്ത് നമുക്ക് പറയുന്നത് ഭയങ്കര സെറ്റപ്പ് ആയിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയും. പക്ഷെ ഇതൊക്കെ വെച്ചിട്ട് ആർക്കെങ്കിലും ട്രേഡ് കിട്ടിയിട്ടുണ്ടോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. ആരെങ്കിലും ഇത് വെച്ചിട്ട് ട്രേഡ് എടുത്തിരുന്നോ? എടുത്തിരുന്നോന്ന് വെച്ചാൽ എടുത്ത ട്രേഡ് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ട്രേഡ് ഞാൻ എടുത്തിരുന്നു. ഇപ്പൊ ഈ ട്രേഡ് എടുത്തിരുന്നു. ഇപ്പൊ എടുത്തോ? എക്സിറ്റ് ചെയ്തു. നമ്മൾ പറഞ്ഞ ടാർഗറ്റ് എത്രയ്ക്ക് കുറച്ച് മുന്നേ ഞാൻ എക്സിറ്റ് ചെയ്തല്ലേ? താഴത്തേക്ക് വരാനൊരു സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാലും പിന്നെ അതേ ഞാൻ പറഞ്ഞത്. കാരണം 1 അവറിൽ ഞാൻ ഇവിടെ കണ്ടിരുന്നു. അതാ ഞാൻ ഈ ഒരു ടാർഗറ്റ് വെച്ചത്. ഞാൻ സേഫ് ടാർഗറ്റ് വെച്ചത് അവിടെ. പക്ഷെ ഇത് ഇല്ല കേട്ടോ, അത്ര സ്ട്രോങ് ആയിട്ടൊന്നും 15 മിനിറ്റിൽ കാണുന്നില്ല. ചിലപ്പോൾ ഒന്ന് ഇറങ്ങും, താഴോട്ടേക്ക് ഇറങ്ങും. നോക്കാം നമുക്ക് എന്തായാലും. അടുത്തൊരു ക്യാൻഡിൽ നോക്കാം. എക്സിറ്റ് ചെയ്തു. അടുത്തൊരു ക്യാൻഡിൽ നോക്കാം. കാരണം 15 മിനിറ്റ്സിൽ നമുക്ക് അവിടെ ഒരു ചെറിയൊരു സൂചന തന്നിട്ടുണ്ട്. നോക്കാം നമുക്ക്. കണ്ടോ, ഈ ഒരു ഏരിയയിൽ സൂചന ഉണ്ട്. എനിവേ നോക്കാം നമുക്ക്. അത് എടുക്കാൻ വരട്ടെ. ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഹോൾഡ് ചെയ്യാൻ ധൈര്യമുള്ള ആളുകൾ ഹോൾഡ് ചെയ്തോളൂ. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നത് വെച്ചാൽ ഇവിടെ ഒരു ഇംബാലൻസിൽ എടുക്കുന്നുണ്ട്. ഒന്നൊരു മോളിൽ പോയി കഴിഞ്ഞൊരു ഇംബാലൻസിൽ നിന്ന് ചിലപ്പോൾ ഈ പറഞ്ഞ സ്ഥാനത്തേക്ക് എത്താം. ഇത് ഇത്രയും വലിയ മൂവ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്ഥാനത്തേക്ക്, നമ്മൾ പറഞ്ഞ് ഈ വിട്ട് കളഞ്ഞ സ്ഥാനത്തേക്ക് എത്താം. പിന്നെ ആയിരിക്കും ഒരു സഡൻ മൂവ്മെന്റ് മുകളിലോട്ട് വരിക. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം ആക്ച്വലി നമുക്ക് കിട്ടാനുള്ള ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട് അവിടെ. ഇനിയിപ്പോൾ ഉള്ളത് മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പറഞ്ഞിരുന്നത്. ഏറെക്കുറെ ഇത്രയാണ് പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞത് താഴോട്ടേക്കൊക്കെ ആയിരുന്നു. താഴോട്ടേക്ക് ഇത് പറഞ്ഞിട്ടുണ്ടായി, ഇതിന് താഴോട്ടേക്കൊക്കെ പറയണ്ടായി, പതിപോലെ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായി. പിന്നെ ഹൈനെ കുറിച്ചിട്ട് ഞാൻ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇല്ലല്ലോ, അതിനെ കുറിച്ച് കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായില്ലേ? പറഞ്ഞിരുന്നു. ഈ ഒരു പോയിന്റിലേക്ക് എത്തുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് കൺഫർമേഷൻ ഇട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹൈയിലേക്ക് തന്നെ വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണ്, ഇന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നലെ ആയിരിക്കും. എന്തായാലും രണ്ടും ഇന്നും ഇന്നലെയൊക്കെ ആണെങ്കിലും എന്താണ് വലിയ വ്യത്യാസമൊന്നുമില്ല, ഇല്ലല്ലോ. കാരണം എന്താ വെച്ചാൽ മാർക്കറ്റ് എല്ലാം നിന്ന് കളിക്കുന്ന എല്ലാം ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലാണ് നിന്ന് കളിക്കുന്നത്. അത് ഇന്നും ഇന്നലെ ആണെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല. എനിവേ, ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പതിവ് പോലെ തന്നെ ഇന്നത്തെ അനാലിസിസ് ഉപകാരപ്പെട്ടിരുന്ന ആരെങ്കിലും ഉണ്ടോ? ഏതൊക്കെ വിധത്തിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈബന്ധിച്ചിട്ട് സംസാരിക്കാം. അഷ്റഫ് ഉണ്ട്. അഷ്റഫിന് മാത്രമേ ഉള്ളൂ, വേറെ ആരില്ല? അഷ്റഫിന് മാത്രം ഇന്ന് അനാലിസിസ് ഉപകാരപ്പെടുന്നുള്ളൂ, വേറെ ആർക്കും ഇല്ലേ? ആൽവിൻ പറയാ. ആൽവിൻ, എനിക്ക് ന്യൂസ് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടു. ഞാൻ ശരിക്കും ചാടാൻ വേണ്ടി നിന്നതായിരുന്നു ആ ടൈമിലേക്ക്. എന്റെ ഒരു നോർമൽ ഞാൻ ആ ന്യൂസ് കാലത്തെ ഇത് കണ്ടോണ്ട് മാത്രം ഞാൻ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചത്. ഞാൻ ന്യൂസ് എപ്പോഴും കാലത്തെ ന്യൂസിന്റെ ഭാഗം നന്നായിട്ട് ശ്രദ്ധിച്ചു വെക്കും. കാരണം വേറെ എന്ത് വെച്ചായാലും എനിക്ക് സ്റ്റോപ്പ് ലോസ് ഉണ്ടാവുള്ളൂ ചെറിയൊരു. ന്യൂസിന്റെ സമയത്തെങ്ങാനും അത് അറിഞ്ഞുകൊണ്ട് എടുത്ത് ചാടണ പോലെയാവേ. ബാക്കിയുള്ളതൊക്കെ വരച്ചിട്ട് ചിലപ്പോ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നതായിരിക്കും. അത് ഇത് അറിഞ്ഞുകൊണ്ട് എടുത്ത് ചാടാണ്ടിരിക്കാൻ ന്യൂസിന്റെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല ഡയറക്ഷനിൽ മൂവ് കിട്ടുന്നതുകൊണ്ട് ആ സമയത്ത് നന്നായിട്ട് ഒഴിഞ്ഞു നിന്നു. അതുകൊണ്ട് കുറച്ച് ജീവൻ ബാക്കി കിട്ടി.
അല്ല എനിക്ക് അങ്ങനെ ന്യൂസിന് ട്രേഡ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊരു അഡ്വൈസ് തരാണ്ട് കേട്ടോ. ഞാൻ എടുക്കുമ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയിലൊന്നും എടുക്കരുത്. ന്യൂസിന്റെ സമയത്ത് പറഞ്ഞു ഒരു 5 ലോട്ട് അല്ലെങ്കിൽ ഒരു 10 ലോട്ടൊക്കെ എടുക്കണം. അപ്പോഴേ പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനമാവുള്ളൂ കേട്ടോ. പറഞ്ഞ മനസ്സിലായില്ലേ? ക്വാണ്ടിറ്റിയുടെ കാര്യം പറഞ്ഞത് പെട്ടെന്ന് തീരുമാനമാവുള്ളൂ. തീരുമാനമുള്ളൂ. സെക്കൻഡുകൾ ഒരു പുക ഉണ്ടാവും, പിന്നെ ഒരു വിറയലുണ്ടാവും. എന്തപ്പോ സംഭവിച്ചു എന്നുള്ളത് ഒന്നും തീരുമാനിക്കില്ലേ. കാരണം അങ്ങനെ എടുക്കണം. അങ്ങനെയൊക്കെ എടുക്കാൻ പാടുള്ളൂ. 5 ലോട്ട് $100 വെച്ചാൽ 5 ലോട്ട് പോയിട്ട് 1 ലോട്ട് പോലും കിട്ടില്ല ന്യൂസ് ടൈമിൽ. കാരണം എന്ന് വെച്ചാൽ അപ്പോഴത്തേനും അതിന് റെസ്ട്രിക്ഷൻ വരും. ഇതിലേക്ക് റെസ്ട്രിക്ഷൻ വരും. ഇതിന്റെ ഐ മീൻ ഇവരുടെ ഇതല്ല നമ്മുടെ ലിവറേജ് കുറയ്ക്കും. എക്സ്നസ് ലിവറേജ് കുറയ്ക്കും. അതൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓമോഡ് ഇപ്പൊ വരില്ലേ? അപ്പൊ വരും. അത് വരും. പക്ഷെ അത് ന്യൂസ് ആയിട്ടല്ല വരും. ആക്ച്വലി ന്യൂസ് ആയിട്ടല്ല വരും. അത് വരുന്നത് ഐ മീൻ ഒരു സ്പീച്ച് ആണല്ലോ. അപ്പൊ അതിന്റെ കുറച്ച് കഴിഞ്ഞ് കിട്ടാനുള്ളവർക്കൊക്കെ കിട്ടും. നമ്മൾ റീറ്റെയിലേഴ്സിനെ പിക്ക് ചെയ്യാനാണ് ബുദ്ധിമുട്ട്. മറ്റവർക്കൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടും. റീറ്റെയിലേഴ്സിന് അത് നോക്കിയിട്ട് പിക്ക് ചെയ്യണം. ഐ മീൻ നമ്മൾ ലൈവ് കണ്ടിട്ട് പിക്ക് ചെയ്യണം. മറ്റുള്ള ആളുകൾക്ക് നമ്മൾ പറയുന്ന ഓരോ വേർഡിനും ഓരോ ഇതിനനുസരിച്ചിട്ടുള്ള ഒരു വേരിയേഷൻ വന്നോണ്ടിരിക്കും. അല്ല ആകത്തുക ഒരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് കണ്ടില്ല, ഫ്ലക്ച്വേഷൻ കണ്ടുകൊണ്ടിരിക്കും. അപ്പൊ ഇതിപ്പോ കണ്ടാവും എങ്ങനെ പോയോ കണ്ടില്ല. അതാ നമുക്ക് കിട്ടാനുള്ളത് കിട്ടി ഇറങ്ങി പറഞ്ഞത് എങ്ങനെ പോയ കാര്യമില്ല. ഓക്കെ, ഇനി അവിടെ നിൽക്കട്ടെ. നമ്മുടെ അനാലിസിസിനെ കുറിച്ച് പറയാം. അഷ്റഫ്, എങ്ങനെയാണ് ഇന്നത്തെ കാര്യം? ഇന്ന് ഇതുണ്ടായിരുന്നു പറഞ്ഞ അത് ഇന്നത്തെ സാറ് പ്രീ അനാലിസിസില് അതിന്റെ വീഡിയോന് മുന്നേ, അതായത് ഇന്നലെ രാത്രിക്ക് ഞാനൊരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് റണ്ണിങ്ങിലായിരുന്നു ഉണ്ടായത്. അപ്പം സാറ് ഇതില് അനാലിസിസിൽ ഞാൻ അത് കണ്ടപ്പോ സാറ് പറഞ്ഞ കറക്റ്റ് പോയിന്റ്, അതായത് ഒരു ബൈ എടുക്കാൻ വേണ്ടി സാറ് പറഞ്ഞില്ലേ അവിടെ ഒരു ബൈക്ക് ചാൻസ് ഉണ്ട്. അപ്പൊ അവിടെ തന്നെയായിരുന്നു കറക്റ്റ് എന്റെ ട്രേഡ് സ്റ്റാർട്ട് ഇതിലായിരിക്കും അല്ലെ? 2505 ആ റേഞ്ചില്. 5 അല്ല അത് ഇന്ന് അല്ല, അങ്ങനെയല്ല സാറ് ഇന്നലെ രാത്രിക്കാണ് എനിക്ക് ആ ട്രേഡ് എക്സിക്യൂട്ട് ആയത്. അപ്പൊ സാറ് പറഞ്ഞിട്ട് താഴെ മാർക്ക് ചെയ്ത റേഞ്ച് അതായിരുന്നു, ഒരു 5-6 ആ റേഞ്ച് ആയിരുന്നു. അപ്പൊ സാറ് പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് അങ്ങ് ഒരു വൈ ആക്കാം. കാരണം അപ്പം എനിക്ക് കുറച്ചുകൂടി കോൺഫിഡന്റ് ആയി. അപ്പൊ എന്റെ ഒരു ഇത് കണക്ട് ആണല്ലോ. അപ്പൊ സ്ട്രാറ്റജി വെച്ചിട്ടാണ് എടുത്തതെങ്കിലും സാർ ഒരു കൺഫർമേഷൻ കൂടി അവിടെ കിട്ടി. അതെനിക്ക് ഉപകാരപ്പെട്ടു. അതിന്റെ കൂടെ ഞാൻ അതിനും ടാർഗറ്റ് കുറച്ചുകൂടെ കയറ്റിയിട്ടാണ് വെച്ചിട്ടുണ്ടായത്. പക്ഷെ സാറ് ഒരു അഡ്വൈസും കൂടി തന്നിട്ടുണ്ടായിരുന്നു. കൂടുതൽ മുകളിലേക്ക് എക്സ്പെക്ട് ചെയ്യണ്ട, കുറച്ച് കെയർഫുൾ ആയിട്ട് കുറച്ച് നേരത്തെ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ അതുകൊണ്ട് ഞാൻ അതിനൊക്കെയായിട്ട് ഒരു പ്രൊവീഡ് വെച്ചു. പിന്നെ ഞാൻ വെച്ച ടാർഗറ്റ് അടിച്ചത് ന്യൂസിലാണ്. അതിൽ പിന്നെ ചിന്തിക്കണ്ടെന്ന് വെച്ചിട്ട് അതങ്ങ് ഒഴിവാക്കി. അങ്ങനെ ഓവറോൾ എനിക്ക് ഇന്ന് പിന്നെ പേഴ്സണലി പറയുകയാണെങ്കിൽ സാറ് അനാലിസിസ് അത്രയും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് ഹെൽപ്പ് ആയിട്ടുണ്ട്. ഇനി എന്നാണോ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഈ ഹെൽപ്പ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ ആൾക്കാർ അവസാനം തെറി വിളിക്കാന്ന് പറഞ്ഞത്? എന്താ അനാലിസിസ് തെറ്റി തുടങ്ങുന്ന സമയത്തുണ്ടാവും. അപ്പോ എന്നാണോ ഇപ്പൊ തെറി വിളിക്കാൻ തുടങ്ങണേ? തെറിവിളിയും ഒച്ചയും ബഹളവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. വേറെ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടു? കുഴപ്പമില്ല. അല്ല, ഏറെക്കുറെ നമ്മൾ ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോ പിടിച്ചു നിൽക്കുന്നതല്ല, നമ്മളിപ്പോ നമ്മുടെ ഒരു സ്ട്രോങ് പോയിന്റ് എന്ന് പറയുന്ന അനാലിസിസ് ആണ്. സ്ട്രോങ് പോയിന്റ് എന്ന് പറയുന്നത്. നമ്മുടെ പിന്നെ അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഒരു ഇതെല്ലാം സംഭവിക്കാറുണ്ട്. ഇതൊക്കെ സംഭവിക്കാറുണ്ട്. ചില വളരെ റയറായിട്ട് മാത്രമാണ് നമുക്ക് പ്രോബ്ലം വരാറുള്ളത്. അപ്പൊ അതിൽ തെറ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളില്ല ആക്ച്വലി. അപ്പൊ അതന്നെ ഞാൻ ചുമ്മാ അങ്ങനെ പറഞ്ഞതാണ്. എന്നാണോ ഇപ്പൊ ആൾക്കാർ എടുത്ത് കൊടയാന്ന് പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പിന്നെ നാവ് എടുത്ത് വായിക്കിട്ടുള്ളൂ. വേറെ എന്താണ്, നമുക്ക് കിട്ടാനുള്ളത് കിട്ടി, അല്ലെങ്കിൽ എടുത്തവർക്ക് കിട്ടാനുള്ളത് കിട്ടി. കാരണം എനിക്കൊരു കൺഫർമേഷൻ എൻട്രി അല്ലായിരുന്നു അത്, ഞാൻ പറഞ്ഞല്ലോ. അതാണ് എനിക്കൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ എടുത്തവർക്ക് കിട്ടാനുള്ളത് കിട്ടി, ഇറങ്ങിപ്പോരുക പറഞ്ഞു. അതേപോലെ തന്നെ താഴോട്ടേക്ക് പോന്നിട്ടുണ്ട്. പിന്നെ ഒന്ന് ഞാൻ പറഞ്ഞത് ഇവിടെ വരുമ്പോൾ എടുക്കുന്നതാണ് പറഞ്ഞത്. പക്ഷെ ഞാനിപ്പോ അത് മാറ്റിയിട്ടുണ്ട്. വാക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം എടുക്കാനുള്ളതല്ല തിരിച്ചു വരുമ്പോ കേട്ടോ. അത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇവിടുന്ന് കയറി പോകുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു ട്രാപ്പും കൂടി ആവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? ഓർക്കുന്നുണ്ടോ? ഇറങ്ങണം എന്ന്, കാരണം ന്യൂസും കൂടി വരുമല്ലേ. അപ്പൊ ഇറങ്ങണം എന്ന് വിചാരിക്കുന്നത്. ഇറങ്ങണം അത്ര അടുത്ത് വന്നിട്ട് ചിലപ്പോ, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഇതിപ്പോ ഞാൻ വരച്ചു വെച്ചിരിക്കുന്നത് ഇവിടുന്നാണ് എടുക്കാം എന്നുള്ള രീതിയിലേ വരച്ചു വെച്ചിരിക്കുന്നത്. ഇതൊരു നല്ലൊരു സപ്പോർട്ട് പോയിന്റ് ആണ്. അപ്പൊ സപ്പോർട്ട് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡീപ്പ് സപ്പോർട്ട് എടുത്തിട്ട് ബൂം എന്ന് പറഞ്ഞിട്ടൊരു മുകളിലേക്ക് പോകും.
അപ്പൊ ഇവിടേക്ക് വന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ന്യൂസും കൂടി വരികയാണ് ഇതൊരു പോയിന്റിലേക്ക്. ന്യൂസിന്റെ സമയത്ത് ഞാൻ പറഞ്ഞുതരട്ടെ, അങ്ങനെ കുറച്ച് കളികളുണ്ട് എന്ന് പറഞ്ഞു. അതൊരു പ്രത്യേക ദിവസം പറയാം. എനിവേ അനാലിസിസിലേക്കാണ് നമുക്ക് മുന്നോട്ട് പോകുന്നത്. വേറെ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോ? അഷ്റഫ് കഴിഞ്ഞോ? കഴിഞ്ഞു സാർ, കഴിഞ്ഞു. കഴിഞ്ഞു. വേറെ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിരുന്നോ ഇന്നത്തെ അനാലിസിസ്? ഓക്കെ, ഇനി നമ്മുടെ അനാലിസിസ് ഒക്കെ കഴിഞ്ഞു. വേറെ ആർക്കും ഉപകാരപ്പെട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഒന്നും പറയണില്ല. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീക്കിലെ പെർഫോമൻസ് ആണ്. ഈ വീക്കിലെ പെർഫോമൻസ് ഏറെക്കുറെ നന്നായി പെർഫോം ചെയ്തു എന്ന് സ്വയം തോന്നുന്ന ആളുകളൊന്ന് കൈപ്പൊന്തിച്ചേ. പൊന്തിച്ചോ? ഞാൻ പറഞ്ഞില്ലേ, നന്നായി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. മറ്റേതൊക്കെ നമുക്ക് അത്രേ ഉള്ളൂ. 6-7 പേര്. ഓക്കെ, പോരട്ടെ. 7 പേര്, 10 പേര്, 10 പേര് വീക്കിലി പെർഫോമൻസ് 10 പേരുണ്ട്. ഓക്കെ, അഷ്റഫ്, നമ്മളിപ്പോൾ യൂഷ്വലി തുടങ്ങുന്നത് പോലെ തന്നെ നമ്മൾ പെട്ടെന്ന് തുടങ്ങാണ്. അതിന് വേണ്ടിയിട്ട് ചെയ്യാറുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് നമ്മുടെ വീക്ക്ലി പെർഫോമൻസിൽ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 2.5% ആണ്. ആൻഡ് എല്ലാവർക്കും അത് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ 2.5% റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ ചോദിച്ചത്. നേരത്തെ പറഞ്ഞത് 10 പേര് കൈവന്നിട്ടുണ്ട് ഈ വീക്ക് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ 10 പേരും നമ്മുടെ ട്രേഡ് റൂട്ടിന്റെ സ്ട്രാറ്റജി അനുസരിച്ച് എടുത്ത റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ ഒരാളും കൂടി എത്തിയിട്ടുണ്ട്, 11 പേര് എത്തിയിട്ടുണ്ട്. ട്രേഡ് റൂട്ടിന്റെ സ്ട്രാറ്റജി മാത്രമാണ്, നിങ്ങളുടെ പേഴ്സണൽ അല്ല. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, നമ്മൾ പഠിപ്പിക്കുന്നതും സ്ട്രാറ്റജി അല്ലെങ്കിൽ സെറ്റപ്പ് ട്രേഡ് റൂട്ടിന്റെയാണ്. അത് ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഒരിക്കൽ കൂടി പറയുന്നു. ഓക്കെ, അപ്പോൾ പതിവ് പോലെ തന്നെ എല്ലാ സമയവും നമുക്ക് എല്ലാ തവണയും നമുക്ക് ഉണ്ടാവാറുണ്ട് ഒരു ഹയസ്റ്റ് നമ്പർ ഉണ്ടാവാറുണ്ട്. ഹയസ്റ്റ് നമ്പർ മിക്കവാറും 25%-ന്റെ മുകളിലായിരിക്കും. അപ്പോൾ 25%-ന്റെ മുകളിൽ ഇത്തവണ വന്ന ആളുകൾ ആരൊക്കെയാണെന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. അപ്പോൾ 25%-ന്റെ മുകളിൽ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നാണ് അറിയേണ്ടത്. 25%-ന്റെ മുകളിൽ എബോ എനിക്ക് കിട്ടിയിട്ടുണ്ട് സാർ. എത്ര പെർസെൻറ്റേജ് ഉണ്ടായിട്ടുണ്ട്? ഒരാളുണ്ടായിട്ടുണ്ട്. എത്ര പെർസെൻറ്റേജ്? 27%-ന്റെ മുകളിൽ. എനിക്ക് 25.019 ഷാജഹാൻ. ട്രേഡ് റൂട്ടിന്റെ സ്ട്രാറ്റജി തന്നെയായിരുന്നോ? അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. 25.019. ഓ, അപ്പോൾ കൊള്ളാലോ. അപ്പോൾ ക്യാപിറ്റലിന്റെ ആണ് ഞാൻ പറയുന്നത് കേട്ടോ. അതെ അതെ, ഓക്കെ ഓക്കെ. അപ്പോൾ ആദ്യമായിട്ട് എടുത്തിട്ട് 5 ട്രേഡ് എടുത്തു. അതിൽ 3 സക്സസ്, 2 ലോസ്. 3 സക്സസ് 2 ലോസ് ആയിട്ട് പോലും 25% കിട്ടി. എടുത്ത ട്രേഡുകളുടെ എല്ലാം ഒരു ഒരേ ഇത് തന്നെയായിരുന്നു, പൊസിഷൻ തന്നെയായിരുന്നു. അതായത് ക്വാണ്ടിറ്റി ഒരേ പൊസിഷൻ തന്നെയായിരുന്നു. കൂടുതലോ കുറവുണ്ടായിരുന്നു? ഒരേ പൊസിഷൻ തന്നെയായിരുന്നു. അപ്പോൾ പോയിന്റ് ടണ്ണിലാണ് 0.1 എന്ന് വെച്ചാൽ പോയിന്റ് ടണ്ണിൽ. അഷ്റഫ് പറയും എത്ര ട്രേഡ് എടുത്തേ? ഓക്കെ, കഴിഞ്ഞല്ലോ. ഇത്രയല്ലേ എടുത്തുള്ളൂ? ഓക്കെ ഓക്കെ. അഷ്റഫ് പറയും എത്ര ട്രേഡ് എടുത്തിട്ടുണ്ടായി, എത്ര സക്സസ് ആയി, എത്ര ലോസ് ആയി, ക്വാണ്ടിറ്റി എത്രയായിരുന്നു ഒക്കെ പറഞ്ഞോളൂ. സാർ, ഞാൻ എടുത്തത് 6 ട്രേഡ് ആണ് മൊത്തം. അതിൽ 5 സക്സസ്, 1 ലോസ്. $55.1 ആണ് ഓവറോൾ കിട്ടിയത്. അതിന്റെ ക്യാപിറ്റലിന്റെ 27.5% വരും. ലോഡ് സൈസ് 0.01 ആണ് സാർ. 0.01 ആണ്. 0.01 25% എടുത്ത ആളുണ്ട്. അതുപോലെ പോയിന്റ് ടണ്ണിൽ 25% എടുത്ത ആളുണ്ട്. അപ്പോൾ 25%-ന്റെ മുകളിൽ അപ്പോൾ ജസ്റ്റ് 30-ക്ക് ഉള്ളിലാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇവർ രണ്ടാളും ഇത്തവണത്തെ ഹയസ്റ്റ് പെർഫോമൻസ് അല്ലെങ്കിൽ ഹയസ്റ്റ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത ആളുകൾ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് വെക്കാം. ഇനി അടുത്തത് 20-25% ആണ്. 20-25% എന്ന് വെച്ചാൽ 25-ന്റെ ഇടയിൽ വരുന്നത്. 25%-ന്റെ മുകളിൽ എത്ര ആൾ വന്നിട്ടുണ്ട്? പറഞ്ഞാൽ മതി. കാരണം കൈകൾ പൊന്തിച്ചിട്ടുണ്ട്, അത് ഞാൻ ചോദിക്കും. ഹലോ, പറയൂ. പറഞ്ഞു. എനിക്ക് 38% ഉണ്ടായിരുന്നു. എത്ര? 38. അപ്പോൾ നേരത്തെ ചോദിച്ചപ്പോൾ പറഞ്ഞില്ലല്ലോ. ഗസ്റ്റ് ഉണ്ടായിരുന്നു. 38 ഉണ്ടായിരുന്നു. കിഷോറിനുണ്ടായിരുന്നു. അപ്പോൾ കിഷോർ കൊണ്ടുപോയിട്ട് ഇത്തവണ എല്ലാവരും കൂടി കിഷോർ കൊണ്ടുപോയി. 38% കിഷോർ കേട്ടോ. ഹയസ്റ്റ് 38% ആണ് കിഷോർ കൊണ്ടുപോയി. തവണയും അഷ്റഫ് കൊണ്ടുപോകുന്ന വിചാരിച്ചു അല്ലേ അഷ്റഫ്? എന്റെ ക്യാപിറ്റലും കിഷോറിന്റെ ക്യാപിറ്റലും വ്യത്യാസമുണ്ട്. ഏറെക്കുറെ സെയിം തന്നെ ആയിരിക്കും. കിഷോറിന് 100 തന്നെ ആയിരിക്കും. അല്ല, ഞാൻ 200 ആണ്. ഞാൻ 200 ആണ്. ഓക്കെ. ആ വ്യത്യാസം ഉണ്ടാവും.
അപ്പൊ അടുത്ത് 20% ആൻഡ് അബോ, ഐ മീൻ 20% അബോ ടു 25% കേട്ടോ. 20 to 25% ആർക്കൊക്കെ ഉണ്ട് ആർക്കൊക്കെ ഉണ്ട് ഒന്ന് പറഞ്ഞാൽ മതി. ആരുമില്ല. 20 to 25% ആരുമില്ല. 50 to 25% ആരൊക്കെ? 50 to 20% അതുമില്ലേ? കൈപ്പൊന്തിക്കലല്ല കേട്ടോ, പറയണം. ഞാൻ പറഞ്ഞ പോലെ കൈപ്പൊന്തിച്ച് എനിക്ക് അറിയില്ല. എല്ലാവരും കുറേ ആളുകൾ കൈപ്പൊന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിയില്ല ആരൊക്കെ ഉണ്ടെന്നുള്ളത്. പറയണം, അതുകൊണ്ടാണ് ഞാൻ മാറ്റുന്നത്. 50 to 20% ആരുമില്ല. 10 to 50% ആരെങ്കിലും ഉണ്ടോ? 10%ന്റെ മുകളിലുള്ള ആളുകൾ അതുമില്ല. എത്ര പേരുണ്ട്? സാറേ ഞാന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, ഏകദേശം 10 to 15 ഉണ്ടാവും. കാൽക്കുലേറ്റ് ചെയ്യണല്ലോ, അതിനല്ലേ നമ്മൾ അതിന്റെ ഒരു ഇത് തരുന്നത്. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല രാഹുൽ. അതിനല്ലേ നമ്മൾ ഫോർമാറ്റ് ഓക്കെ, തന്നിട്ട് അതിൽ ചെയ്യണം എന്ന് പറയുന്നത്. അടുത്ത വീക്കിലി പെർഫോമൻസ് ഞാൻ കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞു. മുഹമ്മദ് ഷബീർ വന്നിട്ടുണ്ട്. മുഹമ്മദ് ഷബീർ 40, അപ്പോൾ 10ന്റെ മുകളിൽ, അതായത് അറൗണ്ട് 40.2% ആണ്. അപ്പോൾ ഒരു വേണമെങ്കിൽ 50% പറയാം. കാരണം ഒരാൾ ഒരു ജസ്റ്റ് ഒരു ഇതിന്റെ താഴെയാണ്. ഓക്കെ, ഒരാൾ 50%ന്റെ അറൗണ്ട് ആണ് കാണിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് തൊട്ടടുത്തായതുകൊണ്ടാണ് ഞാൻ ഇടുന്നത്. ഓക്കെ, ഇപ്പോൾ 10 to 50% വേണ്ട. എന്തിനപ്പോൾ അതിനു വേണ്ടി നിൽക്കുന്നത്? എന്തായാലും ആൾക്ക് അറിയാവുന്നതല്ലേ, നമ്മളിപ്പോൾ ഒരു ഇതിനു വേണ്ടി കാണിക്കേണ്ടത്. 10 to 50% വേറെ ആരൊക്കെ ഉണ്ട്? ഒന്നുകൂടി പറഞ്ഞേ. ഷബീർ പറഞ്ഞു, പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞേ. 11.9. ആഷിഖിനോ? ആ, കൊള്ളാലോ ആഷിഖ്. അടുത്ത ആളാരാ? അടുത്ത ആള് പറഞ്ഞേ. സജീഷ്. ഓക്കെ, സജീഷ്. ഓക്കെ, അപ്പോൾ ഇനി ആരെങ്കിലും ഉണ്ടോ? 3 ആളായിട്ടുണ്ട്. ഇനി ആരെങ്കിലും ഉണ്ടോ? ആഷിഖ്, സജീഷ് 3 ആളായിട്ടുണ്ട്. ഇനി കിഷോർ ഓൾറെഡി പറഞ്ഞാണ്, സജീഷ് പറഞ്ഞാണ്. വൈശാഖിന്റെ എത്ര പെർസെന്റേജ്? വൈശാഖ് ഒന്നും പറഞ്ഞില്ലല്ലോ. തവണ ഇല്ലേ വൈശാഖ്? എന്റെ 9.2 സാറേ, അത് ക്യാപിറ്റൽ കൂടുതലാണ്, അതുകൊണ്ട് 9.2 ഉള്ളു. കുഴപ്പമില്ല, ക്യാപിറ്റൽ കൂടുതലാണല്ലോ. വ്യത്യാസം. അപ്പോൾ 5% to 5% ആൻഡ് അബോ എന്ന് വെച്ചാൽ 5% to 10. അതിൽ എത്ര പേരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിപ്പോൾ പറഞ്ഞു, വൈശാഖ് പറഞ്ഞു. പിന്നെ ആരാളുള്ളത്? പറയണം കേട്ടോ, കൈപ്പൊന്നിച്ചിട്ട് കാര്യമില്ല, പറയണം. സിനാനുണ്ട്. സിനാൻ എത്ര പെർസെന്റേജ് ഉണ്ട്? സന്തോഷമായില്ലേ? നിലത്തില്ലെങ്കിൽ ഇപ്പൊ നല്ലൊരു ട്രേഡ് കിട്ടിയല്ലേ? 10% ആയിരുന്നു അല്ലേ ഇന്നലെ? ഓക്കെ, 10.8 കുഴപ്പമില്ല. ഇപ്പൊ എത്ര കിട്ടിയിരിക്കണേ? ഇപ്പൊ എത്ര? 8.8. അപ്പൊ നല്ലൊരു പെർസെന്റേജ് കിട്ടിയാണ്. വേറെ ആരാളുള്ളത്? സിനാനുണ്ട്, വൈശാഖ് ഉണ്ട്. വേറെ ആരാളുള്ളത്? ആരാള്? സമ്മാസ് ഉണ്ടോ? അല്ല, വേറെ 7.7. നമ്മൾ 3 അപ്പോൾ 3 9 ആയിട്ടുള്ളൂ. 11 പേരാണ്ട് കൈവന്നിട്ടുണ്ടായിരുന്നു. അതിൽ സിനാന്. അഭിജിത്ത് എത്ര പെർസെന്റേജായി? അഭിജിത്ത് 8.4. അപ്പൊ അതും വരുന്നുണ്ടല്ലോ, അതും 5% മുകളിൽ വരുന്നുണ്ടല്ലോ. അപ്പൊ 10 പേരായിട്ടുണ്ട്. ഇതല്ലാതെ ഇപ്പൊ കൈപ്പൊന്നിച്ചുള്ള ആരെങ്കിലും ഉണ്ടോ? 5%ന്റെ മുകളിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടി കൈപ്പൊന്നിച്ചോ. ഇപ്പൊ നേരത്തെ പറഞ്ഞ ആളുകൾ, ഞാൻ പേര് പറഞ്ഞ 4 ആളല്ലാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ 5%ന്റെ മുകളിലുണ്ടെങ്കിൽ ഒന്നുകൂടി കൈപ്പൊന്നിക്കാം. ഇനി 2.5% to 5% ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും മിടുക്കന്മാരാണല്ലോ. അപ്പൊ ഇത് അറ്റൻഡ് ചെയ്ത ആൾക്കാരുടെ കണക്ക് മാത്രമാണ് ഇപ്പൊ നമ്മളിവിടെ കാണുന്നത്. അതായത് 10 പേര് അറ്റൻഡ് ചെയ്തിട്ട് 10 പേരിൽ തന്നെ ഏറ്റവും ടോപ്പായിട്ട് പെർഫോം ചെയ്തിരിക്കുന്ന കിഷോറാണ്. 38%. കിഷോർ എടുക്കുന്ന 0.01 അതുപോലെ തന്നെ പെർഫോം ചെയ്തിരിക്കുന്ന ഒരാൾ അഷ്റഫ് ഉണ്ട്. ഒപ്പം തന്നെ ആരുണ്ട്? ഷാജഹാൻ VK ഉണ്ട്. 3 പേര് ടോപ്പ് ലെവലിൽ 3 പേര് നിൽക്കുന്നുണ്ട്. 20%ലും 50%ലും ഇത്തവണ ആരുമില്ല. അപ്പൊ ഈ 3 പേർക്ക് അഭിനന്ദനങ്ങൾ. ഇപ്പോൾ പ്രത്യേകിച്ചും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന 2 ആളുകളാണ് കിഷോർ ആൻഡ് അഷ്റഫ്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കൺസിസ്റ്റന്റ് ആണ്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് കൺസിസ്റ്റന്റ് ആണ്. കിഷോർ എനിക്ക് തോന്നുന്നു വലിയൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഈ ആഴ്ചയല്ലേ കിഷോർ? ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടോ? ഫസ്റ്റ് ടൈം അല്ലേ 25 ഒക്കെ വരുന്നത്? അതെ. അപ്പൊ കൺസിസ്റ്റന്റ് ആവുക. എനിക്കറിയാം കിഷോറിനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതൊന്നുമല്ല. കിഷോർ ആഴ്ചയിൽ 5 ട്രേഡ് എടുക്കുന്നെങ്കിൽ ക്ലിയർ ആയിട്ട് 30% ഒക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. കാരണം കിഷോർ ട്രേഡ് എടുക്കുന്ന ആളാണ്. അപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ പോവാം. ഇതുപോലെ തന്നെ പോവാം. അഷ്റഫിനോട് പറയാനുള്ളത് തന്നെ, ഷാജഹാനോട് പറയാനുള്ളത് തന്നെയാണ്. നല്ല ട്രേഡുകൾ വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഷാജഹാൻ? പഴയ ഇതിന്നൊക്കെ കുറച്ച് മാറ്റം വരുന്നില്ലേ ഇപ്പൊ? കോൺസെൻട്രേറ്റ് കുറെ മാറ്റം വരുന്നുണ്ട്. ഇപ്പൊ എന്നെ തന്നെ പിടിച്ചു കെട്ടിക്കൊണ്ടിരിക്കുന്നു. ആര് നീ പിടിച്ചു കെട്ടുന്ന പറഞ്ഞിട്ട് ഇതില്ലേ? അതുപോലെ പിടിച്ചു കെട്ടിക്കൊണ്ടിരിക്കുകയാണല്ലേ. അല്ല, നല്ല ട്രേഡുകൾ വന്നു കഴിഞ്ഞാൽ മാറ്റം വരും. നമുക്ക് എന്താ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, നമുക്ക് ആർക്കും അത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്.
മനസ്സിലായാലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതെ. ആദ്യം മനസ്സിലാവണില്ല, രണ്ടാമത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഉൾക്കൊള്ളാൻ പറ്റാത്തതിനാണ് മാർക്കറ്റ് സൃഷ്ടിക്കുക. നമ്മളെ മാർക്കറ്റാണ് സൃഷ്ടിക്കുന്നത്. മാർക്കറ്റ് സൃഷ്ടിച്ച് കഴിയും. അത് കഴിഞ്ഞിട്ടേ നമുക്ക് അതുപോലെ മനസ്സിലാവുള്ളൂ. തന്നെ അപ്പം ഈ പറഞ്ഞോളൂ. ഉം, പറഞ്ഞോളൂ. 15 പറഞ്ഞോളൂ. മിനിറ്റ് കുറച്ച് വലിയ ടൈം 15 മിനിറ്റ് ഒക്കെ വെച്ചിട്ടുള്ള ഇതില് സെറ്റപ്പ് ചെയ്ത് നോക്കണുള്ളൂ. ചെറുത് നോക്കട്ടെ. കൂടുതൽ നോക്കാറില്ല. നോക്കാറില്ല. അല്ല അതിനനുസരിച്ച് ക്യാപിറ്റൽ ഉള്ളതുകൊണ്ട് പിന്നെ റിസ്ക് മാനേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രോബ്ലം ഉള്ള കാര്യമില്ല. ഓക്കെ. അപ്പോൾ പ്രോബ്ലം ഉള്ള കാര്യമില്ല. അപ്പോൾ അതുപോലെ തന്നെ മുന്നോട്ട് പോവാം. അപ്പോൾ 38% ഉണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ. അതുപോലെ 10%ന്റെ മുകളിൽ 10 to 15 പറഞ്ഞതിൽ ഇപ്പോൾ ഒന്ന് ഷബീർ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ആരാ പറഞ്ഞിരിക്കുന്നത്, ഒന്ന് സജീഷ് പറഞ്ഞിട്ടുണ്ട്, ഒരാളുടെ പേര് ഞാൻ മറന്നുപോയി. ആരാണ് 10%ന്റെ മുകളിലുണ്ടായ ആള് എന്ന് പറഞ്ഞ ആരായിരുന്നു? മൂന്നാമത്തെ ആളാരായിരുന്നു? ആഷിഖ്. എക്സ്പെഷ്യലി 3 പേർക്കും. ഷബീറും പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. സജീഷ് ഇപ്പോൾ വന്നിട്ട് എനിക്ക് തോന്നുന്നു 2 ആഴ്ച ആയിട്ടുള്ളൂ. 2 ആഴ്ചയായിട്ടും കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആഷിഖ് ട്രാക്കിൽ കയറി വരുന്നു എന്ന് പറയുന്നതിൽ എനിക്കുണ്ടല്ലോ നല്ല സന്തോഷമുണ്ട്. ആഷിഖിന്റെ പഴയ ഒരു അവസ്ഥ ഒക്കെ വിട്ട് കഴിഞ്ഞ് വളരെ നന്നായിട്ട് ട്രാക്കിൽ കയറുന്നുണ്ട് എന്നുള്ളതിന്. അപ്പോൾ പ്രത്യേകിച്ചും ഇവർക്കും നല്ല രീതിയിൽ അഭിനന്ദനം തന്നെ കൊടുക്കണം. കാരണം നന്നായിട്ട് പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ 10% എന്ന് പറഞ്ഞാൽ ചെറിയൊരു എമൗണ്ടേ അല്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. 10% എന്ന് പറഞ്ഞാൽ ചെറിയ എമൗണ്ടേ അല്ല. അത് നിങ്ങൾക്ക് ആഴ്ചയിലാണ് 10%. അതിപ്പോൾ വീക്കിലി 10% ആണ്. മന്തിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം 40% ആണ്. ഏകദേശം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അതിനിടയിൽ ലോസുകളൊക്കെ വരും. അതുകൊണ്ടാണ് ഞാൻ ഏകദേശം 40% എന്ന് പറയുന്നത്. അടുത്ത 5 പേര് പറഞ്ഞിട്ടുണ്ട്. അടുത്ത 5 പേരിൽ ഒന്ന് സിനാനുണ്ട്, രണ്ടാരാളുള്ളത്. ഒന്ന് സിനാൻ ഓർമ്മയുണ്ട് എനിക്ക്. ഒന്ന് പിന്നെ ആരാണ്, വൈശാഖ് ഓർമ്മയുണ്ട്. പിന്നെ ആരാണ്, പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ആള് അഭിജിത്ത് ഉണ്ടോ അതില്? അഭിജിത്ത് ഉണ്ട് അല്ലേ? ഷമ്മാസ് ഉണ്ട്. പിന്നെ ആരായിരുന്നു ഒരാള്? അഭിജിത്ത് ഉണ്ട് അല്ലേ? അഭിജിത്ത് ഉണ്ടോ? എനിക്കറിയില്ല. ഒരാളും കൂടി ഉണ്ടായിരുന്നു. ആ പേര് പെട്ടെന്ന് വിട്ടുപോയി. അഭിജിത്ത് ഉണ്ട്. 4 പേര്. പേര് നോട്ട് ചെയ്ത് വെക്കാത്തതുകൊണ്ട് കേട്ടോ. ഈ 4 പേരുണ്ട് 5% മുകളിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് അഭിനന്ദനങ്ങളുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ എല്ലാവർക്കും വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങളുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെയായാലും തോറ്റ ആളുകളെ, അല്ലെങ്കിൽ തോറ്റു എന്ന് വെച്ചാൽ ഫെയിലർ ആയ ആളുകളെ, തോൽവി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലത്തെ കോട്ടിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ട്രേഡ് കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒന്നും അല്ല നമ്മൾ അവരെ തോൽവി എന്ന് കണക്ക് കൂട്ടുന്നത്. അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനെയാണ്. പരിശ്രമിച്ചാൽ ഇതിൽ നേടാൻ കഴിയുള്ളൂ. അപ്പൊ ഈ ഫെയിലിയർ എന്ന് പറയുന്നത്, തൽക്കാലം ഈ ഫെയിലിയർ എന്ന് പറയുന്നത് ഒരു ടെമ്പററി ഇതായിട്ട് കണക്കൂട്ടിയാൽ മതി. നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ട്രേഡ് ഔട്ടിന് മുന്നും ട്രേഡ് ഔട്ടിന് ശേഷവും എത്രത്തോളം നിങ്ങൾക്ക് എഫക്റ്റ് ആകുന്നുണ്ട്, ട്രേഡ് ഔട്ടിന്റെ ക്ലാസ്സുകൾ എഫക്റ്റ് ആകുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം എങ്ങനെയൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് നോക്കേണ്ടത്. തോറ്റ ആളുകളോട് അല്ലെങ്കിൽ ഫെയിലർ ആയ ആളുകളോടാണ് ഞാൻ പറയുന്നത്. ആ മാറ്റങ്ങളിലേക്ക് നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും കോൺഫിഡൻസ് ലെവൽ കുറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഫിഗറുകൾ, നിങ്ങൾക്ക് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. പല ആളുകളും എക്സ്പെഷ്യലി അഷ്റഫിനെ എടുത്ത് പറയാം, അതുപോലെ ആഷിഖിനെ എടുത്ത് പറയാം. ഇപ്പൊ തന്നെ ഷാജാൻ തന്നെ പറയുന്നുണ്ട്. ഷാജാൻ തുടങ്ങിയിട്ടുള്ളൂ, അതുകൊണ്ട് നമുക്ക് ഇനി കുറച്ച് കാലം കൂടി നോക്കണം. ആഷിഖിനെയും അഷ്റഫിനെയൊക്കെ നിങ്ങൾക്ക് അറിയാം. കാരണം എന്ന് വെച്ചാൽ ആഷിഖ് കുറെ കാലങ്ങളായിട്ട് നമ്മളോടൊപ്പം നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത ആളാണ്. ആഷിഖിന്റെ എല്ലാ വിധത്തിലും മാർക്കറ്റിൽ ആഷിഖ് തലകുത്തി മറിഞ്ഞ ആളാണ്. അതെനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അഷ്റഫ് വളരെ കുറച്ചായിട്ടുള്ളൂ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ട്. ആഷിഖിനെ കുറിച്ച് നേരിട്ട് അറിയാവുന്ന. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ പോലും ഇപ്പോൾ 10% അല്ലെങ്കിൽ 15%, 25%ലേക്കൊക്കെ എത്തുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ പിടുത്തം കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോഴും പറയില്ല ഒരു ഫുൾ ലെവലിലേക്ക് എത്തിയെന്ന് ഇനി പറയില്ല. പക്ഷെ എന്നാലും നല്ല ട്രേഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അവർ. അതുപോലെ നല്ല ട്രേഡ് കിട്ടുന്ന സമയത്ത് വലിയ ടാർഗറ്റിലേക്ക് വെക്കാനുള്ള അന്വേഷണങ്ങളുണ്ട്. അല്ലെങ്കിൽ ആ ടാർഗറ്റ് എത്തുന്ന സമയത്ത് അങ്ങനെ ഒരു ടാർഗറ്റ് കിട്ടുന്നുണ്ട് അവർക്ക്. അപ്പൊ അതൊക്കെ ഈ ഫെയിലിയറായ ആളുകൾക്ക് ഒരു പ്രചോദനമാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ ചെയ്യാൻ പ്രേരിപ്പിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വിചാരിക്കുന്നു. ഇനി പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, സാധാരണ ഞാൻ ചോദിക്കാറുണ്ട് വലിയ ലോസുകൾ വന്ന ആളുകൾ ആരൊക്കെയുണ്ടെന്നുള്ളത്. ഞാൻ ഈ ആഴ്ച വലിയ ലോസിനെ കുറിച്ചിട്ട് ഞാൻ ചിന്തിക്കുന്നില്ല, അതുപോലെ ചോദിക്കുന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതുപോലുള്ള പ്രചോദനങ്ങൾ ഉണ്ടാവട്ടെ. അപ്പൊ നിങ്ങൾ തന്നെ സ്വയം പിക്ക് ചെയ്യുക. സ്വയം പിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനും ഈ ലെവലിലേക്ക് എത്തും എന്ന് മാത്രം പറയുക. അങ്ങനെ എത്തുമെന്നൊരു കോൺഫിഡൻസ് ഉള്ള ആളുകൾ, അതുപോലെ തന്നെ ഫെയിലിയർ ആയ ആളുകൾ ഒന്ന് കൈപ്പൊന്തിച്ചാൽ മതി. ഞാനൊന്ന് റിവ്യൂ ഒന്ന് മാറ്റുകയാണ്. സാധാരണ ഞാൻ എത്ര പെർസെന്റേജ് നിങ്ങൾക്ക് ലോസ് വന്നു എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. പക്ഷെ അതിനെ എടുത്ത് മാറ്റിയിട്ട്, അല്ലെങ്കിൽ അതിനെ മാറ്റിയിട്ട് ഞാൻ ചോദിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇതുപോലൊരു ലെവലിലേക്ക് ഞാൻ എത്തും എന്നും സ്വയം കോൺഫിഡൻസ് ഉള്ള ആളുകൾ ഒന്ന് കൈപ്പൊന്തിച്ചാൽ മതി. ലോസ് സംഭവിച്ച് സ്വയം കോൺഫിഡൻസ് ഉള്ള ആളുകൾ ഒന്ന് പൊന്തിച്ചാൽ മതി. ഓക്കെ, 7 പേര് പൊന്തിച്ചിട്ടുണ്ട്. ആ 7 പേരിൽ നമുക്കത് ജസ്റ്റ് ഒന്ന് സംസാരിക്കാം. അല്ലാതെ നമുക്ക് ഈ പറഞ്ഞ പോലെ എത്ര പെർസെന്റേജ് പോയിന്നോ അല്ല കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ അവരുടെയൊക്കെ പറ്റിയ തെറ്റുകൾ എന്താണെന്ന് സ്വയം അനാലിസിസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല. എന്തായിരിക്കും ജോഫിയും പറ്റിയ തെറ്റ്, സ്വയം പറ്റിയ തെറ്റ് ഒന്ന് പറഞ്ഞു?
എനിക്ക് ആക്ച്വലി ഞാൻ ഇന്നലെ വരെ ഒരു 6% പ്രോഫിറ്റിലായിരുന്നു. ഞാൻ ഇന്നത്തെ ട്രേഡ് കണ്ടു. ഞാൻ പറയും നമ്മുടെ നാട്ടിൽ പറയും ഒലക്കേക്ക് അടിക്കാന്ന് പറയും. അടിക്കേണ്ട ട്രേഡ് അല്ല അത്. അതിപ്പോ മുകളിലേക്ക് പോകുമെന്ന് വിചാരിച്ചപ്പോ ഞാൻ കുറച്ച് കൂട്ടി വെച്ചു. കൂട്ടി വെച്ചല്ല, കൂട്ടി വെച്ചു എന്ന് പറയും. ഒരു സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക്, അടുത്ത സ്റ്റെപ്പിലേക്ക് അങ്ങനെ കെട്ടി വെച്ചു അല്ല, ഞാൻ ഫസ്റ്റ് ടൈം അത് കൂട്ടി വെച്ചതാണ്, അല്ലാതെ ഇടയിൽ എഡിറ്റിംഗ് ഒന്നും നടത്തിയില്ല. അപ്പൊ ഒലക്കേക്കല്ല അടിക്കേണ്ടത്, ഒരലെടുത്ത് തലയിടണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഞാൻ ഇന്നലെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾക്ക് മാക്സിമം വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റോപ്പ് ലോസ് എത്രയാന്നുള്ളത്. മെനിഞ്ഞാന്ന് ഞാൻ പറഞ്ഞിരുന്നു. മെനിഞ്ഞാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീവിയസ് ആയിട്ട് കിട്ടിയിരിക്കുന്ന ട്രേഡുകളെ എന്ത് ചെയ്യാൻ പാടില്ല, നശിപ്പിക്കുന്ന രീതിയിലുള്ള സ്റ്റോപ്പ് ലോസ് വെക്കാൻ പാടില്ല. ഞാൻ അഷ്റഫിനോടാണോ പറഞ്ഞിരുന്നത്? അല്ലേ, അഷ്റഫിനോടല്ലേ ഞാൻ പറഞ്ഞത്? അപ്പൊ ജോഫിനുണ്ട് ഇവിടെ, അല്ലെ അഷ്റഫ്? സ്റ്റോപ്പ് ലോസ് അടിക്കാൻ വലിയ സ്റ്റോപ്പ് ലോസ് വെക്കാം. അത് ഇന്നലെ മിഞ്ഞാന്നോ, എനിക്ക് ഡേറ്റ് അങ്ങോട്ടും കൺഫ്യൂഷൻ വരുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ദിവസം മുന്നേ. അപ്പൊ അന്നും ജോഫിനുണ്ട് ഇവിടെ. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് 100 പിപ്പിലൊക്കെ കൊണ്ടുവന്ന് സ്റ്റോപ്പ് ലോസ് വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഒരലെടുത്ത് തലയിൽ കൂടെ ഇടണം. ഒലക്കല്ല, ഒരലെടുത്ത് തലയിൽ കൂടെ ഇടണം. ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്ന താഴേക്ക് വരും എന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പൊ ഞാൻ എന്താണെങ്കിലും ഡോണ്ട് ഗോ, അങ്ങനെയുള്ള ഇതിലേക്ക് പോകരുത്. കാരണം 100 ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് കൺട്രോൾ ഇല്ല എന്നാണ് അത് തീരുമാനിക്കുന്നത്. അത് ക്ലാസ് മൈൻഡ് കൺട്രോൾ ഇല്ല എന്നാണ് ഒരൊറ്റ നോട്ടത്തില്. എന്ത് തേങ്ങയാണെങ്കിലും അതിൽ പോകരുത് കേട്ടോ. എന്ത് റീസൺ ആണ് പോകരുത്. കാരണം സ്റ്റോപ്പ് ലോസിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് നമ്മൾ സേവ് ചെയ്യാനുള്ളതാണ്. ആക്ച്വലി സേവ് ചെയ്യാൻ കേട്ടോ. അല്ലാതെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡ് ശരിയാക്കാനല്ല, നമ്മൾ സേവ് ചെയ്യാനാണ് കേട്ടോ. പോകരുത്. ഞാൻ ആ ട്രേഡ് കണ്ടിരുന്നു, പറയും. ഞാൻ അതുകൊണ്ടാണ് ജോഫിനെ പിക്ക് ചെയ്തത് ആദ്യമേ. പറഞ്ഞോളൂ ജോഫി, ഇനി ബാക്കിയുള്ളത്. അത് എന്ത് പറ്റി? അപ്പൊ പ്രോഫിറ്റ് ആയത് എന്ത് ചെയ്തു? ഇന്ന് കൊണ്ടുവന്ന് കളഞ്ഞു. എന്നുവെച്ചാൽ ഒരാഴ്ചത്തെ പ്രോഫിറ്റ് ഒറ്റ ട്രേഡിൽ കളഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഒരലെടുത്ത് തലക്കിടാനുള്ള കാരണം എന്തൊക്കെയാന്ന് പറഞ്ഞത്? ഒരാഴ്ചത്തെ പ്രോഫിറ്റ് ഒറ്റ ട്രേഡിൽ കളഞ്ഞു എന്ന് വെച്ചാൽ നമ്മളിവിടെ ട്രേഡിലോട്ട് വന്നിട്ട് ഒരു ഗുണം ഉണ്ടായില്ല എന്നർത്ഥം. പണ്ടത്തെ അതേ അവസ്ഥ തന്നെയായിരുന്നു. രാവിലെ മുതൽ വെള്ളം കോരി ഇത് ഞാൻ കളിയാക്കിയതോ അങ്ങനത്തെ ഒന്നുമല്ല കേട്ടോ. ഞാൻ അതിന്റെ യാഥാർത്ഥ്യം പറയാം കേട്ടോ. യാഥാർത്ഥ്യം പറയണം. കാരണം നമ്മളെ സ്റ്റെപ്പ് എസ്പെഷ്യലി എന്തുകൊണ്ട് ഞാനിത് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഫിഗറാണത്. ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഫിഗറാണ്. ഞാനൊരു $5 ഒക്കെ ആണെങ്കിൽ ഓക്കെ, ഒരു $6 വരെ, 6 തന്നെ കൂടുതലാണ്. $5 വരെയൊക്കെയാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അത് ഈ ആഴ്ചയില് ജോഫിന് തന്നെ ചിന്തിച്ചാൽ അറിയാം എന്താണ്. ഈ ആഴ്ചയിലെ ഫുൾ പ്രോഫിറ്റ് ഒറ്റ ട്രേഡിൽ കളഞ്ഞു. ഇമ്പാക്ട് ഉണ്ടാവും വിചാരിച്ചപ്പോ ഞാൻ റിസ്ക് റിവാർഡ് എന്നുള്ള രീതിയിൽ വെച്ചതാണ്. അതൊക്കെ കിട്ടിയില്ല. കിട്ടിയില്ല. ഓക്കെ ജോഫിന് ഓക്കെ. ഞാൻ അടുത്ത ആൾക്ക് പോട്ടെ. എന്താണ് ഈ ആഴ്ച പറ്റി? ബാദിഷ എന്ത് പറ്റി? കഴിഞ്ഞ ആഴ്ചയും കഴിഞ്ഞതിന് മുന്നത്തെ ആഴ്ചയൊക്കെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ട് ഈ ആഴ്ച എന്ത് പറ്റി? ബാദിഷ ഒന്ന് പറയും. സാറേ, ഈ ആഴ്ച എനിക്ക് ഒരുപാട് സമയം മാർക്കറ്റിൽ ഇരിക്കാൻ പറ്റിയില്ല. ആകെ 2 ട്രേഡ് എടുത്തിട്ടുള്ളായിരുന്നു. ഒന്ന് കൺസൾട്ടേഷൻ വന്ന ആ ദിവസമായിരുന്നു. അന്നൊരു ചെറിയ ലോസ് കിട്ടി. പിന്നെ അടുത്ത ദിവസം ഒരു ട്രേഡ് കിട്ടിയത്, അതിൽ ചെറിയൊരു പ്രോഫിറ്റ് കിട്ടി. അപ്പൊ ചെറിയൊരു ലോസിലാണ് പോയിരിക്കുന്നത്. നോ ഇഷ്യൂ ബാദിഷ. കാരണം അറിയാലോ ബാദിഷയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത്. അതാണ് വേണ്ടത്. ആക്ച്വലി എന്ത് സംഭവിച്ചു എന്നുള്ള സ്വയം കാരണം ന്യായീകരണമല്ല, കാരണമാണ് വേണ്ടത് കേട്ടോ. അത് ഞാൻ മുന്നേ പറഞ്ഞു, ന്യായീകരണം കാരണം തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പൊ അത് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പൊ എന്ത് ചെയ്യാം, മുന്നോട്ട് പോവാം, കുഴപ്പമൊന്നുമില്ല. കാരണം ബാദിഷ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലൊക്കെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിരുന്ന ആളാണ്. അപ്പോ അപ്പൊ ഇടയ്ക്ക് ചിലപ്പോൾ ചില ആഴ്ചകളൊക്കെ നമുക്ക് മോശം വരും. നമ്മുടെ മൈൻഡിനെ കൈവിടാതിരിക്കുക. ഞാൻ പറഞ്ഞതിനെ അണ്ടർലൈൻ ചെയ്തോളൂ. മൈൻഡിനെ കൈവിടാതിരിക്കുക. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടോ. ഷബീബ് പറയാം, എന്തായിരുന്നു ഈ ആഴ്ചയിലെ പ്രശ്നം? സാറേ, ഞാൻ കൈ പൊക്കിയ എന്താന്ന് വെച്ചാല് ഞാൻ വീക്ക്ലി പെർഫോമൻസ് അപ്ഡേറ്റ് ആക്കാൻ മറന്നിരുന്നു. ഇപ്പോഴാണ് ഞാൻ ചെയ്തത്. ഓക്കെ, അവിടെ ആരാ പറയുന്നത്? ഹലോ പറയൂ, സ്ഥലത്ത് പറയോ. സാറേ, എനിക്ക് ആക്ച്വലി ഒരു ട്രേഡ് എടുക്കാൻ പറ്റിയുള്ളൂ സാർ. കഴിഞ്ഞ ആഴ്ച ഒരു ട്രേഡ് ആണല്ലോ എടുത്തോളൂ. ഒരു ട്രേഡ് എടുത്തിട്ടുള്ളൂ. അത് ആക്ച്വലി പ്രോഫിറ്റ് ആണ്. പക്ഷേ 2.5 ടാർഗറ്റ് അച്ചീവ് ആയിട്ടില്ല. കുഴപ്പമില്ല. ശരത്തിനോട് ഞാൻ പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ ആൽവിന് ഇങ്ങനെ ഒരു പ്രോബ്ലം പറ്റിയിട്ടുണ്ടായിരുന്നു. ഒറ്റ ട്രേഡിൽ 2.5 അച്ചീവ് ചെയ്യും, അല്ലെങ്കിൽ 1-2 ട്രേഡിൽ അച്ചീവ് ചെയ്ത് വെക്കും. ഒരു പ്രോബ്ലം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
ട്രേഡ് നമ്മൾ എടുക്കുന്ന ട്രേഡ് അല്ല, ട്രേഡുകളാണ് നമ്മുടെ ട്രേഡുകൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? സിംഗുലർ ആൻഡ് പ്ലൂറൽ. അപ്പോൾ ട്രേഡുകളാണ് നമ്മുടെ സ്കില്ലിനെ എന്ത് ചെയ്യുള്ളൂ, ഡെവലപ്പ് ചെയ്യുള്ളൂ. ഒരു ട്രേഡ് എന്ന് പറയുന്നത് എനിക്കറിയാം, ഞാൻ പറഞ്ഞ ചിലപ്പോൾ സ്ഥലത്തിന് ഇപ്പോൾ ജോലി ആയിരിക്കും, മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും, ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായല്ലോ. കാരണം എന്ന് വെച്ചാൽ ഒരു സീരീസ് ഓഫ് ട്രേഡ്സ് വേണം നമുക്ക്, അല്ലെങ്കിൽ ഒരു ബെഞ്ച് ഓഫ് ട്രേഡ്സ് വേണം ഒരാഴ്ച മിനിമം. നമുക്കൊരാഴ്ച ഇത്രയും ട്രേഡ് വേണം. അത് നമ്മൾ ഡെവലപ്പ് ചെയ്യുള്ളൂ. നമ്മൾ ഡെവലപ്പ് ചെയ്യാനാണല്ലോ പ്രോഫിറ്റ് വരുന്നത്. മാത്രമല്ല ഒപ്പം തന്നെ സ്കില്ലും ഡെവലപ്പ് ചെയ്യണം. എസ്പെഷ്യലി ശരത്തൊക്കെ ആദ്യം പറഞ്ഞ് എനിക്ക് കൃത്യമായിട്ട് അറിയാം, പഠിച്ചിട്ടേ അടങ്ങുന്നൊക്കെ ശരത്ത് പറഞ്ഞൊക്കെ എനിക്കറിയാം. അപ്പോൾ ട്രേഡുകൾ ഒരു ട്രേഡ് ഒന്നും ആഴ്ചയിൽ വെക്കുക. എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് ട്രേഡ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളൊരു അനാലിസിസ് ചെയ്തിട്ട് പരമാവധി എടുക്കാൻ ശ്രമിക്കാം. എനിക്കറിയാം ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഒന്നും അറിയാം. പക്ഷെ ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ. ഓക്കെ, പറഞ്ഞോളൂ. അത് കറക്റ്റ് ആണ് സാറേ. എനിക്ക് ആ കാര്യം ഞാൻ അന്നൊരു 100% വീക്ക്ലി അച്ചീവ് ചെയ്തില്ലേ ഒരു 10 ട്രേഡ്സിൽ നിന്ന്. അതെ. അത് ആ വീക്ക് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. അതായത് എനിക്ക് പെട്ടെന്ന് തന്നെ അനലൈസ് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ എനിക്ക് അതിനിടയിൽ 1-2 തവണ വീക്ക് വർക്കിന്റെ തിരക്കാണ് ഗ്യാപ്പ് വന്നു. പിന്നെ എനിക്ക് അങ്ങോട്ട് ആ ഒരു ഫ്ലോ വരുന്നില്ല. ഇപ്പാണെന്ന് പറഞ്ഞാൽ എനിക്ക് രാത്രിയിലാണ് അധികം ടൈം കിട്ടുന്നത്. ഞാൻ ഇരുന്നിട്ട് ചെയ്യുമ്പോൾ എനിക്ക് നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് ഒന്നും അങ്ങോട്ട് കിട്ടുന്നില്ല. മനസ്സിലായോ? പിന്നെ അതെ, ആ ഒരു ഫ്ലോ പോയെന്ന് പറഞ്ഞിട്ടില്ലേ, ആ ഒരു ഫ്ലോ പോയി. കഴിഞ്ഞ സാറ്റർഡേ സൺഡേ ഇരുന്നിട്ട് വീഡിയോസ് എല്ലാം വീണ്ടും ഒന്നുകൂടെ ഒരു റൗണ്ട് ഇരുന്ന് കണ്ടു. എല്ലാം വീണ്ടും കണ്ടു. അത് കഴിഞ്ഞിട്ട് ഈ ആഴ്ച ഒരു ട്രേഡ് എടുക്കണം എന്ന് കരുതി. എല്ലാ ദിവസവും അന്നത്തെ പോലെ ഒരു ദിവസത്തെ ഒരു ട്രേഡിലും എടുക്കണം എന്ന് കരുതി. പക്ഷെ എനിക്ക് അങ്ങോട്ട് ഈ പറഞ്ഞ സ്ട്രാറ്റജി അനുസരിച്ച് ചിലപ്പോൾ ഞാൻ ലേറ്റ് ആയി പോകും. ചിലപ്പം എന്താ പറയുന്നത് കൺമുമ്പിൽ ഉണ്ടായിരിക്കും, പക്ഷെ എനിക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റാതെ പോകും. ഇന്നിപ്പോ രാവിലെ പിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഇന്നിപ്പോ രാവിലെ ഏതായാലും ഒരു ട്രേഡ് ഞാനത് വരച്ചിട്ടിട്ടുണ്ട്. അത് എടുത്തു. അത് ടാർഗറ്റ് അച്ചീവ് ആയി. പക്ഷെ അത് നമ്മുടെ 2.5 നമ്മുടെ വീക്ക്ലി ടാർഗറ്റിലേക്ക് എത്തിയില്ല. പക്ഷെ ഓക്കെ ആണ്, കുഴപ്പമില്ല. പ്രോഫിറ്റ് ആയിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ അലൈനായി നിൽക്കുന്നുണ്ട്. പക്ഷെ എന്തോ ഒരു ബാക്ക്ലാഗ് സംഭവിച്ചിട്ടുണ്ട്. ഒരു ഫ്ലോ ഓറിയന്റേഷൻ പോവും. ഇപ്പൊ ഞാനത് ആൽവിനോട് അതാണ് ഞാൻ പറഞ്ഞത്. ആൽവിൻ പറയാൻ പോകുന്ന റീസണിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുന്നതാണ്. ഓറിയന്റേഷൻ പോവും. വിട്ടു പോയി കഴിഞ്ഞാൽ ഓറിയന്റേഷൻ പോവും. മാർക്കറ്റിൽ നിന്ന് വിട്ടുപോയ ഓറിയന്റേഷൻ ഡെഫിനറ്റ്ലി പോവും നമുക്ക്. അത് ഇനിയിപ്പോ ശരത്തിനുള്ളതെന്ന് വെച്ചാൽ ഒരു എക്സസീവ് ബാഗേജ് എന്ന് പറഞ്ഞ ഒരു ബന്ധമല്ലോ. ഒരു 10 ട്രേഡ് അന്ന് എടുത്ത് 100% സക്സസ് ആയത് എന്നുള്ളത് അതും കൂടി ഒരു എക്സസീവ് ബാഗേജ് ആയി എടുക്കും. അപ്പോ അത് കെടുക്കും. അത് ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ഇത് പ്യുവർലി മൈൻഡ് ഗെയിം ആണ് ശരത്ത്. അപ്പൊ അതിനെ കുറിച്ച് പേടിക്കാതെ അപ്പൊ ഇനിയൊരു പെർഫെക്ഷന് വേണ്ടി ശ്രമിക്കും. അപ്പൊ കയ്യിൽ നിന്ന് പോയി കിട്ടും. അപ്പൊ പെർഫെക്ഷന് വേണ്ടിയിട്ടല്ലാതെ എക്സിക്യൂഷൻ നല്ലൊരു സെറ്റപ്പ് വരുന്നുണ്ടോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി കേട്ടോ. പേടിക്കാതെ എടുക്കുക കേട്ടോ. ഓക്കെ, പഠിച്ചെടുക്കാവുന്നുള്ളൂ കേട്ടോ. ഓക്കെ ശരത്ത്. ഓക്കെ, ഇനി ആരാണ്? ഓക്കെ, വർഗീസ് പറയൂ. കസ്റ്റമർ ഉണ്ടായിരുന്നു, ഞാന് 4 ട്രേഡ് എടുത്തുള്ളൂ. ഡ്യൂട്ടിക്കിടയിലാണ് എടുക്കുന്നത്. ട്രേഡ് എടുത്തതില് എന്താണ് പ്രശ്നം എന്ന് അറിയത്തില്ല. ഞാൻ എടുത്ത ട്രേഡുകളെല്ലാം ലോസ് ആണ്. പക്ഷെ ചില ട്രേഡുകൾ വരച്ചിടാറുണ്ട്. പക്ഷെ നമുക്ക് എൻട്രി ടൈം കിട്ടാറില്ല. കാരണം ഡ്യൂട്ടിക്ക് ആകുമ്പോഴത്തേക്കും ആ എൻട്രി ഒരു സമയം അത് എൻട്രി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എടുക്കാറില്ല. അതൊരു പ്രോബ്ലം ആണ്. പ്രത്യേകിച്ച് റോഗസ് ഡ്രൈവ് ആയിരിക്കല്ലോ, മിക്ക സമയം ഡ്രൈവ് ആയിരിക്കും അല്ലെ? അല്ല, ഡ്രൈവിംഗ് അല്ല, ഞാന് ഇവിടെ ഐസ്ക്രീം ഷോപ്പാണ്. അപ്പോ കസ്റ്റമർ വരുന്ന സമയത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കളിപ്പിച്ച് കൊടുക്കുന്ന ഒരു തുർക്കിഷ് ഐസ്ക്രീമിന്റെ ഒരു ഇതാണ്. അപ്പൊ അതിന്റെ ഒരു കളിപ്പിച്ച് കൊടുക്കുന്ന ഒരു ഐസ്ക്രീം ചെയിൻ ആണ്. അപ്പൊ കസ്റ്റമർ ഉള്ള സമയത്തൊന്നും നോക്കാൻ പറ്റില്ല. അതാ പറഞ്ഞത്, കസ്റ്റമർ ശാപം ഉണ്ടാവും. മാർക്കറ്റ് കളിപ്പിക്കുന്നതാണ് അല്ലേ? മാർക്കറ്റും അതിനപ്പുറത്ത് എക്സൻസും ആപ്പും എനിക്കിട്ട് പണി തരുന്നുണ്ട്. അതെനിക്കത് അറിയില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കളിക്കും എക്സൻസിൽ. ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം കണ്ടിട്ടില്ല കേട്ടോ. നെറ്റ്വർക്ക് ഒന്ന് നോക്കണം, പിന്നെ എന്താണെന്നുള്ളതൊന്ന് നോക്കണം. നെറ്റ്വർക്ക് ഒന്ന് നോക്കിയോളൂ കേട്ടോ. നല്ല നെറ്റ്വർക്ക് ആണ്. ഇത് ഇങ്ങനത്തെ സമയങ്ങളിലാണ് പണി കിട്ടുന്നത്. മാർക്കറ്റിന്റെ പീക്ക് മൂവ്മെന്റ് കിട്ടുന്ന സമയത്ത് ലാഗ് ആവുന്നതാണ്. ഇല്ല കേട്ടോ, എക്സൻസ് ഇതുവരെ പീക്ക് മൂവ്മെന്റിൽ നിന്ന് ലാഗ് ആവാൻ പറ്റില്ല. എക്സിക്യൂഷൻ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ എക്സിക്യൂഷൻ ആവാത്തതിന്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത്
ഞാൻ പലപ്പോഴും പറയാറുണ്ട് എന്താണ് മാർക്കറ്റിൽ മണി പമ്പിങ് കൂടുന്ന സമയത്ത് നിങ്ങളുടെ സ്പ്രെഡ് വൈഡ് ആവും എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ചിലപ്പോൾ എക്സിക്യൂഷൻ സംഭവിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ സംഭവിച്ചിട്ട് തന്നെ ഉണ്ടെങ്കിൽ തന്നെ വലിയൊരു സ്പ്രെഡിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക. അപ്പൊ അത് ശ്രദ്ധിക്കണം കേട്ടോ റൂഗാസ്. ഞാൻ റൂഗാസിനോട് കൂടുതലും എനിക്ക് കിട്ടിയായിരുന്നു അത് ഓർഡർ. ഞാൻ ഒരു ന്യൂസ് ടൈമില് ഒരു സെൽ ലിമിറ്റ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 10 പൈപ്പ് മുകളിൽ കയറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കറക്റ്റ് ആയിട്ട് അവിടെ പോയിട്ട് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി. പക്ഷെ താഴെ വന്നിട്ട് തിരിച്ച് മുകളിൽ പോയപ്പോഴാണ് എന്റെ അക്കൗണ്ട് ഓപ്പൺ ആയത്. താഴെ മറ്റേ ഇൻബാലൻസ് ടച്ച് ചെയ്തപ്പോ ഞാൻ ഇറങ്ങണമെന്ന് വിചാരിച്ച് അക്കൗണ്ട് അതിന് തൊട്ട് മുമ്പ് ഞാൻ അക്കൗണ്ട് കയറാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. ഞാൻ ട്രേഡിംഗ് വ്യൂ നോക്കിയിട്ടിരിക്കുവായിരുന്നു. ആ സമയത്ത് ഇറങ്ങാൻ വേണ്ടി കയറിയിട്ട് ഇറങ്ങാൻ പറ്റില്ല. പിന്നെ മാർക്കറ്റ് മുകളിൽ പോയപ്പോ ഞാൻ അവിടെ എക്സിറ്റ് ആയി. ടോട്ടൽ ഓവറോള് ഓക്കെ, കുഴപ്പമില്ല. റൂഗസ് ഭയങ്കര ഡിസ്റ്റർബൻസ് വരുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ മ്യൂട്ട് ചെയ്ത്. കുഴപ്പമില്ല, ഞാൻ കാര്യങ്ങൾ മനസ്സിലായി എനിക്ക്. അപ്പോൾ റൂഗസിനോട് പറയാനുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഒത്തിരി ധൃതി പിടിച്ച് ചെയ്യേണ്ട പരിപാടിയല്ല ട്രേഡിങ്. ധൃതി എന്ന് വെച്ചാൽ ഒട്ടും ധൃതി പിടിച്ച് ചെയ്യേണ്ട പരിപാടിയല്ല. നമുക്ക് അനാലിസിസ് വേണം, നമ്മൾ ഫോക്കസ് ചെയ്യണം, നന്നായിട്ട് ഫോക്കസ് ചെയ്യണം. എങ്കിലാണ് നമുക്ക് നല്ല പോയിന്റുകൾ കിട്ടുള്ളൂ, എൻട്രി പോയിന്റുകളും എൻട്രികളും കിട്ടുള്ളൂ. അപ്പോൾ എൻട്രി പോയിന്റുകൾ കിട്ടാൻ ചിലപ്പോൾ ചിലരുടെ എനിക്കറിയാം ജോലി ഒരു വലിയൊരു തടസ്സമാവും. എന്നാൽ പോലും ഫ്രീ കിട്ടുന്ന സമയത്ത്, ഞാൻ നേരത്തെ പറയുന്ന ഫ്രീ കിട്ടുന്ന സമയത്ത് നിങ്ങൾ വരച്ചിടാൻ ശ്രമിക്കുക. വരച്ചിട്ട് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ കോൺഫിഡൻറ്റ് വരും, നിങ്ങൾ വരച്ചതിൽ വരുന്നുണ്ടല്ലോ എന്നുള്ള കോൺഫിഡൻറ്റ് വരും കേട്ടോ. എല്ലാവരോടും കൂടിയാണ് പറയുന്നത്, റൂഗസിനോട് മാത്രമല്ല. ഓക്കെ, വർഗീസ് പറയൂ, എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്താണ് തോന്നുന്നത് വർഗീസ്? ഹലോ സാർ, നമസ്കാരം. നമസ്കാരം, പറഞ്ഞോളൂ. സാർ, അത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഓവർ ട്രേഡ് ചെയ്ത് ലോസ് ഫുള്ള് വാഷ് ഔട്ട് ആയതുകൊണ്ട് ഈ ആഴ്ച ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് വാച്ചിങ് മാത്രമേ ഉള്ളൂ. ഓക്കെ, തിരിച്ചു വരും, ഒരു ട്രേഡർ ആവും. വിശ്വാസം. കാനഡയിൽ അറിയപ്പെടുന്ന ട്രേഡർ ആവും അല്ലേ? ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. വാച്ച് ചെയ്യും വർഗീസ്, വാച്ച് ചെയ്യും കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. ആൽവിൻ പറയൂ, ആൽവിന്റെ വായിന്ന് എനിക്ക് കേൾക്കണം, അതാ ഞാൻ അവസാനത്തിന് വെച്ചത്. ഞാനേ ഇപ്പൊ ഗ്രൂപ്പിലൊരു ഷെയർ ചെയ്തതായില്ലേ, ഞാൻ ഒരു TP അടിച്ച് ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ. അത് ഞാൻ TP വരെ ഹോൾഡ് ചെയ്തായിരുന്നെങ്കിൽ ഞാനിപ്പോ ഈ ആഴ്ച 2.5 അച്ചീവ് ചെയ്താണ്. പക്ഷെ ഞാൻ സേഫ് ആയിട്ട് നേരത്തെ എക്സിറ്റ് ആയി. പിന്നെ എനിക്കും നേരത്തെ പറഞ്ഞ പോലെ ഈ 2 ആഴ്ചത്തെ ലീവ് കഴിഞ്ഞപ്പോ ഭയങ്കര ഒരു ഇതായിരുന്നു മാർക്കറ്റിൽ, എനിക്ക് ഒന്നും അറിയില്ല അതിന്റെ ഇടയിൽ. പക്ഷെ എനിക്ക് ഹെൽപ്പായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ആക്കും, 15 മിനിറ്റിൽ കയറി ഏറ്റവും മേലത്തെ ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ട് മാർക്ക് ചെയ്യും, എന്നിട്ട് ആ ഒരു ഏരിയ മാർക്ക് ചെയ്തിട്ട് പതുക്കെ തുടങ്ങിയ. എന്നിട്ട് പോലും ഇന്നലെ അത്യാവശ്യം നല്ല ലോസ് ഉണ്ടായി, ഒരു 5% ലോസ് ഉണ്ടായി. ഇന്ന് പക്ഷെ ലോസ് ഉണ്ടായില്ല, ഒരു 1% പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ സാറ് പറഞ്ഞത് കറക്റ്റാ. ഈ വീണ്ടും 0 പോലെ തുടങ്ങുന്ന പോലെ. കാരണം ഇന്നലെ ഞാൻ ലോസ് ആയ ട്രേഡ് അടക്കം ഞാൻ മുമ്പ് ചെയ്ത സെയിം തെറ്റ് തന്നെയാണ്. ആ ഒരു 50%ല് നമ്മള് അപ് ട്രെൻഡില് നമ്മള് ഡൗൺ ഓപ്പോസിറ്റ് ട്രേഡ് എടുക്കും 50% നോക്കണമായിരുന്നു. അങ്ങനത്തെ കുറെ തന്നെ അതിന് പതുക്കെ പതുക്കെ പിക്ക് ചെയ്ത് അടുത്ത ആഴ്ച ഞാൻ ഒരു 5% ഒരു പ്രോഫിറ്റില് ആക്കാൻ ശ്രമിക്കും എന്തായാലും. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം കേട്ടോ, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരു ഇത് എല്ലാവരോടും കഴിഞ്ഞു. സ്ട്രാറ്റജി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും? ഉണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊന്തിക്ക്. കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടോ എന്നുള്ളത്. ഞാൻ ആൽവിൻ പറഞ്ഞ ഇപ്പൊ 50%ന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴാണ് സ്ട്രാറ്റജി കോംപ്ലിക്കേറ്റഡ് ആണെന്നുള്ള ചോദ്യം ചോദിക്കും. എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയില്ലേ, സ്ട്രാറ്റജി കോംപ്ലിക്കേറ്റഡ് അല്ല, പക്ഷെ നമുക്ക് സ്ട്രാറ്റജി കറക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. എനിക്കതായത് ഇന്നലെ പറ്റിയായിരുന്നു. അപ്പൊ ഇന്ന് ഞാൻ എന്റെ ആ ഒരു ഒന്ന് ഇന്നലെ ചറപറാൻ തുടങ്ങി, ഇന്ന് ഇത്തിരി അച്ചടക്കത്തോടെ തുടങ്ങി. കാലത്ത് അനാലിസിസ് കണ്ട് കറക്റ്റ് ഒരു 1 അവറിന്ന് അനലൈസ് തുടങ്ങി. ശരിക്കും 1 അവറിന്ന് ഞാൻ തുടങ്ങി ആ പ്രീവിയസ് ക്യാൻഡിലിന്റെ ടോപ്പും ബോട്ടം മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ അതിന്റെ ഇടയിലേക്ക് എന്റെ റീജിയൻ ചുരുക്കി, അതിന്റെ ഇടയിൽ മാത്രമേ ഞാൻ നോക്കണുള്ളൂ. പിന്നെ 15 മിനിറ്റിൽ പോയി 15 മിനിറ്റ്സിൽ ഞാൻ ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസും മാർക്ക് ചെയ്തു. എന്നിട്ട് വീണ്ടും ഞാൻ എന്റെ ഏരിയ മനസ്സിലാക്കി, ഈ ഏരിയയിലാണ് ഞാൻ ഇനി ട്രേഡ് എടുക്കുക. പിന്നെ 15 മിനിറ്റിന് നേരെ ഒരു 5 മിനിറ്റിലേക്ക് വന്ന് നോക്കി. പിന്നെ 1 മിനിറ്റിലാണ് പിന്നെ ഞാൻ സ്ട്രക്ചർ വരച്ച് നോക്കിയത്. അപ്പൊ ആ അങ്ങനെ ചെയ്തപ്പോ എനിക്ക് ഏകദേശം എന്റെ ഏരിയ കിട്ടി. ആ ഏരിയയിൽ നിന്ന് എനിക്ക് ഒരു ഇത് കിട്ടും, അങ്ങനെ ഒരു കൺഫർമേഷൻ കിട്ടും. അതത്രേ ഉള്ളൂ ട്രേഡ് ആൽവിൻ, അത്രേ ഉള്ളൂ ട്രേഡ്. അങ്ങനെ നോക്കുമ്പോ നമുക്ക് നമ്മുടെ ഈ സ്ട്രാറ്റജി ഒരു സ്ഥലത്ത് കിട്ടും പ്രോപ്പറായിട്ട്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണം. അത്രേ ഉള്ളൂ, അത്ര തന്നെ ഉള്ളൂ, അത്ര തന്നെ. അല്ല അഷ്റഫേ?
അതെ അതെ അല്ല. ഓക്കെ. ഞാന് പറയാം. എന്തായാലും ഞാനിപ്പോ ചോദിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില്, ഇപ്പൊ എല്ലാവരോടും ചോദിച്ചത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞത് തന്നെ അസാധ്യമായതൊന്നും അത്. അസാധ്യമായതൊന്നുമല്ല എന്നുള്ളതിന് ഉദാഹരണങ്ങൾ പലതും നമ്മളുടെ മുന്നിലുണ്ട്. അസാധ്യമാകുന്നത് നിങ്ങൾക്ക് സ്വയം അസാധ്യമായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ആവാത്തതുകൊണ്ടാണ്. എന്ത് എക്സ്പീരിയൻസ് ആവാത്തതുകൊണ്ട്? ഈ അസാധ്യമായ സാധനം ആവാത്തതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞ് കൺഫ്യൂഷൻ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ മനസ്സിലിപ്പോൾ നിങ്ങൾ പല സ്ഥലത്തും ഫെയിലിയർ ആയിട്ടുണ്ടാവും. പല ആളുകളും ഭയങ്കരമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് എത്തുന്നില്ല. അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷേ അവിടെയൊക്കെ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഒരുപക്ഷെ നോളജ് ഉണ്ടായിട്ട് പോലും അത് നടപ്പാക്കാനുള്ള മൈൻഡ് സെറ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് പറ്റുന്ന എല്ലാ കാര്യങ്ങളും. പറ്റുന്ന എല്ലാം. ഒരു ഇതെല്ലാം എന്നാണ് ഞാൻ പറയുന്നത് നോളജ് ഉണ്ടായിട്ട് പോലും. കാരണം മൈൻഡ് സെറ്റ് ഇപ്പൊ തന്നെ ആൽവിൻ ഒരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ ആൽവിൻ ഒരു നെഗറ്റീവും പോസിറ്റീവും ഉദാഹരണമാണ്. അതുപോലെ അഷ്റഫ് ഒരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ആഷിഖിന്റെ കാര്യം ഞാൻ പറഞ്ഞു. കിഷോറിന്റെ കാര്യം പറയുന്നു. പോസിറ്റീവായിട്ടുള്ള ഉദാഹരണമാണ് കിഷോറിന്റെ കാര്യം. വളരെ പോസിറ്റീവായിട്ടുള്ള ഉദാഹരണമാണ്. അപ്പോൾ അങ്ങനെയുള്ള നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള ഉദാഹരണങ്ങൾ ഇവിടെ ഉണ്ട്. അവർ എടുക്കുന്ന ട്രേഡുകൾ എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ തന്നെ നോക്കിയാലും അറിയാം. ഏകദേശം 100 പിപ്പിന്റെ അടുത്തൊക്കെയാണ് ട്രേഡുകൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. 100, 120 പിപ്പൊക്കെയാണ് ജനറേറ്റ് ചെയ്യുന്നത്. അതുപോലെ അവർ വരച്ചിടുന്ന ട്രേഡുകൾ നോക്കിയാൽ അറിയാം. അത് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് വരച്ചിടുന്നത്. അപ്പോൾ സ്ട്രാറ്റജിയെ സംബന്ധിച്ചിടത്തോളം ഒരു മോശം സ്ട്രാറ്റജി അല്ല. എനിക്ക് നല്ല കോൺഫിഡന്റ് ഉണ്ട് മോശം സ്ട്രാറ്റജി അല്ല. കാരണം മാർക്കറ്റിന്റെ മൂവ്മെന്റ് ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെതായ ലൂപ്പ് ഹോളുകൾ അടച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഞാൻ ആകെപ്പെട്ടത് റൂഗസിന്റെ ആ ഒരു ട്രേഡിൽ മാത്രമായിരുന്നു. എന്താണ് റീസൺ അറിയാത്തതെന്നുള്ളത്. ഇതുവരെ ബാക്കിയുള്ള എല്ലാ ട്രേഡിന്റെയും റീസൺ ഫെയിലർ ആയതിന്റെയും സക്സസ് ആയതിന്റെ ഒക്കെ റീസൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ മാർക്കറ്റിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ്. ഒരു ഇൻഡിക്കേറ്ററോ അല്ലെങ്കിൽ മറ്റുള്ള വേറെ ഒന്നുമല്ല. നമ്മൾ പ്ലെയിൻ ചാർട്ടിൽ വെറും വരച്ചിട്ട് മാത്രം ട്രേഡ് എടുക്കുന്നതാണ്. എന്നിട്ട് പോലും നമുക്ക് ട്രേഡ് സക്സസ് ആവുന്നുണ്ട്. അതിന്റെ കണക്കാണ് ഉദാഹരണമാണ് നേരത്തെ ഇപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഈ ആഴ്ച ടോപ്പ് പെർഫോം ചെയ്ത കിഷോർ, അതുപോലെ തന്നെ ഷാജാൻ VK, അതുപോലെ തന്നെ അഷ്റഫ്. അപ്പോൾ അവർക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങളുണ്ട്. എല്ലാവരോടും കൂടി പറയുകയാണ്, നിങ്ങൾ ഫോളോ ചെയ്യേണ്ട, അവരൊരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കുക. ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും എന്നുള്ള രീതിയിൽ ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കുക. ഫോളോ ചെയ്യരുത് ഒരിക്കലും. നിങ്ങൾ ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കണം. അവരെ ഡിസ്റ്റർബ് ചെയ്യരുത്. പോയിട്ട് ഇത് എങ്ങനെ ചെയ്തു എന്നുള്ളതൊന്നും. കാരണം അങ്ങനെ പോയിട്ട് അവരോട് പോയിട്ട് ഡിസ്റ്റർബ് ചെയ്താലൊന്നും നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. മറിച്ച് നിങ്ങൾ അവരുടെ ട്രേഡിന്റെ ക്വാളിറ്റി നിങ്ങൾ തന്നെ ഒരു ഒബ്സർവേഷൻ നടത്തണം. കാരണം മാർക്കറ്റിൽ ഒബ്സർവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചാടിക്കയറി എടുക്കലല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒബ്സർവേഷൻ നടത്തണം. അതിനെ ഒബ്സർവ് ചെയ്തിട്ട് അവർ ചെയ്യുന്ന എങ്ങനെയാണ് എന്നുള്ളത് നോക്കി വെക്കണം. എന്നിട്ട് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. എല്ലാവരും കൂടി ഒരിക്കൽ കൂടി പറയുന്നു, ഈ ആഴ്ച ബെസ്റ്റ് പെർഫോമേഴ്സ് 3 പേരാണുള്ളത്. അതിൽ ടോപ്പിൽ നിൽക്കുന്ന ആള് കിഷോറാണ്. കിഷോറിനെ അഭിനന്ദിച്ചിട്ട് ഒരു നമുക്ക് ഈ വേറെ ആഴ്ച P&L കൂടി വന്നിട്ടുണ്ട്. അത് ഷബീബ് 51.9 മറ്റോ ഉണ്ട്. അത് കഴിഞ്ഞു പോയി. ഫെബീബെ. അത് കഴിഞ്ഞു പോയി. നൈറ്റ് മത്സരമാണല്ലോ. ഏഹ് ഫോട്ടോ ഫിനിഷിംഗ് വെക്കണോ? ഫോട്ടോ ഫിനിഷും വെക്കണം. പക്ഷെ ഫെബീബിന്റെ വേറൊരു പ്രോബ്ലം ഉണ്ട്. ഫെബീബ് 0.2ലും 0.3ലൊക്കെയാണ് എടുക്കുന്നത് കേട്ടോ. അതും കൂടി ഉണ്ട്. റിസ്ക് കൂടുതലാണ് കേട്ടോ ഫെബീബെ. സാറേ 0.2 3 അല്ല. 0.2ലാണ്. ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഓക്കെയാണ്. ലോസ് വരുമ്പോൾ ഇതുണ്ടാവാൻ പാടില്ല. അപ്പൊ എനിവേ 51% ഷബീബിനുണ്ട്. നമ്മൾ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് കിട്ടിയില്ലായിരുന്നു. കിഷോറിനൊപ്പം മലർത്തിയടിച്ച് ഷബീബ് മുന്നോട്ട് പോയിക്കൊണ്ട് ഇനി ആരെങ്കിലും മലർത്തിയടിക്കാൻ ആരെങ്കിലും വന്നിട്ടുണ്ടോ അറിയില്ല. എനിവേ ഷബീബിലേക്ക് പോകുന്നു. ഇപ്പോൾ പറഞ്ഞ് മുഴുവൻ മാറ്റിയിട്ട് ഷബീബിനെ ബെസ്റ്റ് പെർഫോമർ ആയിട്ട് എടുക്കുന്നു. പക്ഷെ റിസ്ക് ഉണ്ട്. മറ്റുള്ള ആളുകളെ പോലെയല്ല, റിസ്ക് ഉണ്ട് ഷബീബിന്റെ ട്രേഡിൽ. ലോസ് വരുന്ന സമയത്തും ആ റിസ്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതും കൂടി മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ഈ ആഴ്ചത്തെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ.